ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ps.Shaji മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. സന്തോഷമുള്ളവർ കരമുയർത്തി വന്ന ദൈവത്തെ സ്തുതിച്ച്, കരങ്ങളെ വീശി വന്ന ദൈവത്തെ സ്തുതിച്ച്, കരങ്ങളെ തട്ടി വന്ന ദൈവത്തെ സ്തുതിച്ച്. ഇടയ്ക്കൊക്കെ ഒത്തിരി ചെയറുകൾ കാലി കിടപ്പുണ്ട്. ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറിയിരുന്നാൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അതിലുപരി ഉപവാസ പ്രാർത്ഥനയാണല്ലോ. നമ്മൾ ഒരുമിച്ചിരുന്നാൽ അല്ലല്ലോ, ഒരുമിച്ച് ഒത്തിരി വിറക് ഒരുമിച്ച് വെച്ചാൽ ആ തീ ആളിക്കത്തും. ഇതിനകത്തും അങ്ങനെ ഒരു തീ ആളിക്കത്തട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും എപ്പോഴും നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പുതിയത് ചിലത് പ്രാപിക്കാൻ വേണ്ടിയായിരിക്കുന്നു, അല്ലേ? ഹല്ലേലൂയ. പഴയതല്ല, ഹല്ലേലൂയ. എന്തെങ്കിലും പുതിയത് പകരണമേ. നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പകർന്നതല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പകർന്നതല്ല, പുതിയത് ചിലത്. ഹല്ലേലൂയ. ഇന്ന് വരെ ഈ തലമുറയിൽ ദൈവമാർക്കും കൊടുത്തിട്ടില്ലാത്ത ചിലത്. ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റീനാൾഡ് ബോങ്കയ്ക്ക് കൊടുക്കാത്തത്, പില്ലി ഗ്രഹാമിന് കൊടുക്കാത്തത്, ബെന്നി ഹിന്നിന് കൊടുക്കാത്ത ചിലത് ഇനിയും സ്വർഗത്തിൻ്റെ കലവറയിലുണ്ട്. ഹല്ലേലൂയ. പിടിക്കാൻ റെഡിയുള്ള, പ്രാർത്ഥിക്കാൻ റെഡിയുള്ള ചിലതിനെ ഇന്ത്യയുടെ മണ്ണിൽ, എറണാകുളത്തിൻ്റെ മണ്ണിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ആമേൻ പറയണം. ഹല്ലേലൂയ. ദാഹത്തോടെ ഇരിക്കുന്നവരെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിൻ്റെ അകത്തൊരു ആത്മീക ദാഹമുണ്ടോ? ഹല്ലേലൂയ. അവൻ നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകലും എനിക്കറിയാം ഈ ഉപവാസത്തിൽ വലിയ ദാഹമുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസം കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ ദൈവം ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ ചാപ്റ്റർ ദൈവം ആരംഭിക്കട്ടെ. അത് ഹല്ലേലൂയ, ആത്മീകമായി പുതിയ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങട്ടെ കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. വേഗത്തിലൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം നമുക്കെല്ലാവർക്കും സുപരിതമായ ഒരു വാക്യമാണ്. 33:14. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. മതി. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിതമായ ഒരു വാക്യമാണ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് ആയിരക്കണക്കിന് മെസ്സേജുകൾ എക്സോഡസുകാർ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നെ ഏൽപ്പിച്ച ചില ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളോടൊരു അപേക്ഷ കൂടിയുണ്ട്. ദൂത് നിങ്ങളോടാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 2 പേർക്കാരം കൊടുത്ത് പറയാം, ദൂതിനോട് പ്രതികരിക്കണം. ഹല്ലേലൂയ. ദൂതിനോട് പ്രതികരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതിനോട് പ്രതികരിക്കുമെങ്കിൽ ആ ദൂത് നിങ്ങളുടെ മേൽ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതിനോട് പ്രതികരിച്ചാൽ ആ ദൂത് ആത്മമണ്ഡലത്തിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അത് ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, അത് നിനക്ക് സ്വസ്ഥത നൽകും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദൂത്, സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സ്വസ്ഥതയുണ്ട്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ട്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ചില പുതിയത് ആരംഭിക്കും. ഹലോ, ഹല്ലേലൂയ. സാന്നിധ്യത്തിനകത്ത് പുതിയത് രൂപപ്പെട്ടു വരും. സാന്നിധ്യത്തിനകത്ത് പുതിയത്. മോനെ, കീബോർഡിൻ്റെ മോനങ്ങ് പോയോ? മോനോടൊന്ന് വരാം. ആരാ ഉള്ള? പോയാണോ? ഹല്ലേലൂയ. റഖലബനഹദുര ലഗനാധരലഗതം ജുഡമനാദ്യം അടകമനകലഗനാദ്യം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അപ്പം സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സ്വസ്ഥതയുണ്ട്. സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവിക സമാധാനമുണ്ട്. ഇന്ന് പകലും ആത്മാവിൽ ഞാൻ ചിലരോട് പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. സാന്നിധ്യത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശബ്ദം ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. റഖലബന ഹദുരലഗന ധരലഗത ജുഡമനാദ്യം. ഹല്ലേലൂയ. ഇന്ന് പകലും ആ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കയറാൻ റെഡിയാണെങ്കിൽ ഒരു ഭയങ്കര ദൈവമഹത്വം കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട് പരിചരിച്ചതല്ല, കഴിഞ്ഞ നാളുകളിൽ കണ്ടതല്ല. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പുതിയത് ചെയ്യാൻ ദൈവം റെഡിയാണ്.
പുതിയത് ചെയ്യാൻ ദൈവം റെഡിയാ. പക്ഷെ റിസീവ് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ? ഹല്ലേലൂയ. പുതിയത് ദൈവം ചെയ്യും. ഇന്ന് പകലും ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ പുതിയതൊന്ന് പകർന്ന് അയക്കാവേ. ഈ ഹോളിനകത്തുനിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ചില പുതിയത് ദൈവം ചെയ്യും, പുതിയത് ദൈവം ചെയ്യും. സാന്നിധ്യമുള്ളിടത്ത് സ്വസ്ഥതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഹല്ലേലൂയ ഒരു സ്വസ്ഥത ഇല്ല പാസ്റ്റർ എന്ന് പറയുന്നെങ്കിൽ ഒറ്റ ദൂതേ നിങ്ങളോട് ഇന്ന് പകൽ പറയാനുള്ളൂ: സാന്നിധ്യത്തിനകത്തേക്ക് കയറി വാ. ഒന്നുകൂടെ പ്രാർത്ഥനയിൽ കയറി വാ, ഒന്നുകൂടെ ഉപവാസത്തിൽ കയറി വാ, ഒന്നുകൂടെ ആത്മീക കാര്യങ്ങൾക്ക് ഹല്ലേലൂയ ഇമ്പോർട്ടൻസ് കൊടുക്ക്. ഹല്ലേലൂയ, നിന്റെ സ്ഥിതി മാറിയിരിക്കും. ഹല്ലേലൂയ, സ്തുതി സ്ഥിതിയെ മാറ്റും. സ്തുതി സ്ഥിതിയെ മാറ്റും. സാന്നിധ്യം സാഹചര്യങ്ങളെ മാറ്റും. രണ്ടുപേർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, സ്തുതിച്ചാൽ സ്ഥിതി മാറും, സ്തുതിച്ചാൽ സ്ഥിതി മാറും, സ്തുതിച്ചാൽ സ്ഥിതി മാറും. ഒന്നുകൂടെ കരം കൊടുത്ത് പറ, സ്തുതിച്ചാൽ സ്ഥിതി മാറും. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ, സ്തുതിച്ചാൽ സ്ഥിതി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് വന്ന് നീ കയ്യും കെട്ടിയിരുന്നാൽ അതുപോലെ തിരിച്ചു പോകും. ഹല്ലേലൂയ. നീ തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരുന്നാൽ അങ്ങനെ തന്നെ തിരിച്ചു പോകും. പക്ഷെ നീ സ്തുതിക്കുമോ, നിന്റെ സ്ഥിതി മാറിയിരിക്കും. ഹല്ലേലൂയ. ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ സ്തുതിച്ചാൽ, ഹല്ലേലൂയ, സ്തുതിക്കുന്നവൻ്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകലും ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലും ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ചിലരുടെ സ്ഥിതിയെ ഈ ഉപവാസത്തിൽ എൻ്റെ ദൈവം മാറ്റാൻ പോകുക. ചിലരുടെ സ്ഥിതിയെ ദൈവം ഈ ഉപവാസത്തിൽ മാറ്റാൻ പോകുക. ചിലരുടെ സാഹചര്യങ്ങളെ ഈ ഉപവാസത്തിൽ മാറ്റാൻ പോകുക. നീ എന്ത് വിഷയവുമായിട്ടാണോ ഇതിനകത്ത് കയറിയത് ഉപവസിക്കാൻ, ഈ ഉപവാസം കഴിയുമ്പോൾ അതിനകത്ത് ഒരു ദൈവിക വിടുതൽ നീ കണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച സ്തുതിക്കുന്നവരുടെ സ്ഥിതി മാറാതിരുന്നിട്ടില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ചിലരുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുക. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു, ഈ എക്സോഡക്സ് സഭ ഒരു ജംഗ്ഷന് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ ഇതിനൊരു തിരിവ് വരും. അടുത്ത ഒരു മൂവിലേക്ക് ദൈവസഭ കയറുമെന്ന്. ഹാലേലൂയ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഹാലേലൂയ അതിന് രാമേൻ പറയണം. അടുത്ത ഒരു മൂവിലേക്ക് ദൈവസഭയെ ദൈവാത്മാവ് കൊണ്ടുപോകുന്ന സീസണാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. അടുത്ത ഒരു കൂട്ടം യൗവനക്കാരെ ഇതിനകത്തേക്ക് ആത്മാവ് കയറ്റിക്കൊണ്ടുവരുന്ന സീസണാണിതെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച ദൂതിനെ ഒന്ന് ഏറ്റെടുത്ത് ഹല്ലേലൂയ. ആത്മാവിനാൽ പിടിക്കപ്പെടുന്ന ഒരു തലമുറയെ കൂടെ വീണ്ടും ഇതിനകത്ത് ഈ അന്ത്യകാല ഉണർവിൽ പരിശുദ്ധാത്മാവ് കയറ്റിക്കൊണ്ടുവരുമെന്ന് ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവാത്മാവ് പറയുന്നു, ഈ സഭയ്ക്കകത്ത് ഒരു കൊയ്ത്ത് നിങ്ങൾ കണ്ടിരിക്കും. ഒരസാധാരണമായ കൊയ്ത്ത്. സഭയൊരു ആമേൻ പറഞ്ഞേ, ശക്തമായിട്ടൊന്ന് പ്രതികരിച്ചേ. ദൂതനെ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, രണ്ട് കാര്യങ്ങൾ നടക്കും ഈ സഭയ്ക്കകത്ത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവ് നടക്കും. ആ മൂവിനകത്ത് ഒരു തലമുറ ഇതിനകത്ത് കയറി വരും. പ്രാർത്ഥിച്ച് അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, അസാധാരണമായ നിലയിൽ അടുത്ത സീസണിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒന്ന്, ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവ് നടക്കും. രണ്ട്, ഒരു കൊയ്ത്ത് നടക്കും. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ശബ്ദമുയർത്തി ദൈവസഭയുടെ ദൂതനെ ആത്മാർത്ഥമായി കയറി പിടിച്ച് പ്രാർത്ഥിച്ച്
അത് ഈ പട്ടണത്തിൽ നടക്കണം. അത് ഈ പട്ടണത്തിൽ നടക്കണം. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയം. 2030 കർത്താവിനോട് പറയുന്നു, ഈ ചർച്ച് ഒരു ഓൺ ബിൽഡിങ്ങിലോട്ട് മാറും. വിശ്വസിക്കാമോ? ഈ ചർച്ച് ഒരു ഓൺ ബിൽഡിങ്ങിലോട്ട് മാറും. ദൈവം എന്തോ അങ്ങനെ ചില കാര്യങ്ങൾ അടുത്ത 3 വർഷത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് വലിയ വിടുതലുകൾ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചിലതിൻ്റെ മറുപടികളെ കാണുന്ന ഒരു വലിയ സീസണകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുക. സാന്നിധ്യത്തിനകത്ത് കയറിയാൽ ഇത് സകലതും സംഭവിക്കും. മോശ പറയുക, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സകലതും നടക്കും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ തീയിൽ നീ നടക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, മല പോലെ നിൽക്കുന്ന വിഷയങ്ങളും സാന്നിധ്യത്തിനകത്ത് മഞ്ഞുപോലെ ഉരുകി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും മല പോലുള്ള ചില വിഷയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, ആത്മാവിൽ നിങ്ങളോടാണ് ദൂത്, അത് മഞ്ഞുപോലെ ഉരുക്കി കളയാൻ കഴിയുന്ന സാന്നിധ്യമാണ് ഇവിടെ ചലിക്കുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ മഞ്ഞുപോലെ ഉരുകി മാറാൻ പോകുന്നു. മഞ്ഞുപോലെ ഉരുകി മാറാൻ പോകുന്നു. മഞ്ഞുപോലെ ഉരുകി മാറാൻ പോകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നിന്റെ വിഷയത്തെ തൊടാൻ, നിന്റെ ഹല്ലേലൂയ വിഷയത്തെ തൊടാൻ സ്വർഗം ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. മഞ്ഞുപോലെ ചിലത് ഉരുകി മാറും, ഉരുകി മാറും, ഉരുകി മാറും, ഉരുകി മാറും, ഉരുകി മാറും. റഗന ഹദുര ലഗന. നിന്റെ പ്രതിസന്ധികളെ തകർക്കുന്ന, ഹല്ലേലൂയ, നിന്റെ പ്രശ്നത്തെ ഹല്ലേലൂയ ഡീൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ആ ദൂത് കർത്താവിനോട് പറയാൻ പറയുന്നു, മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ മഞ്ഞുപോലെ ചിലരുടെ കുടുംബത്തിൽ ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ഉരുകി മാറുമെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. അത് വിശ്വസിക്കാൻ റെഡിയാണോ? ഇന്ന് പകൽ എന്നോട് കർത്താവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു, അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. അട്ടമന പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. മഞ്ഞുപോലെ ഉരുകി മാറും, മഞ്ഞുപോലെ ഉരുകി മാറും. ഹല്ലേലൂയ. മോശ ദൈവത്തോട് ചോദിച്ചത് സാന്നിധ്യമാണ്. പക്ഷെ ദൈവം 3 കാര്യം അവൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. 17-ാമത്തെ വാക്യം, പുറപ്പാട് 33:17. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. മതി. ഹല്ലേലൂയ. മോശ സാന്നിധ്യമാ ചോദിച്ചത്. സാന്നിധ്യം ചോദിച്ചവനോട് ദൈവം 3 കാര്യം അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. 1, ഞാൻ നിന്റെ വാക്കുപോലെ ചെയ്യും. 2, മോശ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. 3, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്കിലാണെങ്കിലും 3 പദമാണ്. 1, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. നമ്പർ 2, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. നമ്പർ 3, ഹല്ലേലൂയ, മോശേ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൂത് സാന്നിധ്യം ചോദിച്ചവനോട് ദൈവം പറയാ, നീ സാന്നിധ്യത്തിനകത്ത് കയറി നിന്ന് എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യും. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഹല്ലേലൂയ. ചുമ്മാതെ മെസ്സേജ് കേട്ട് വന്നു പോകരുത്. ഇവിടെ വ്യാപരിക്കുന്ന സാന്നിധ്യത്തിനകത്ത് നിന്റെ വിഷയത്തെ ആത്മമണ്ഡലത്തിൽ റിലീസ് ചെയ്യണം. നീ ചിലത് വിളിച്ചു പറയണം. ഹല്ലേലൂയ. നീ ചിലത് വിളിച്ചു പറഞ്ഞാൽ, നീ ചിലത് പറഞ്ഞാൽ നിന്റെ വാക്കുപോലെ ദൈവം ചെയ്യും.
സാന്നിധ്യത്തിനകത്തൊരുത്തൻ കയറി നിന്ന് എന്ത് പറഞ്ഞാലും അത് അതുപോലെ ദൈവം ചെയ്തു തരും. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പറയുന്നു, സാന്നിധ്യത്തിനകത്ത് കയറി നിന്ന് ചിലത് വിളിച്ചു പറ, സ്വർഗം അത് ചെയ്തു തരും. മോശ പറയാ, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. പക്ഷെ നീ എന്തു പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യും. നീ ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് വടി നീട്ടിയാൽ ഞാൻ ചെങ്കടൽ രണ്ടാക്കും. ഹല്ലേലൂയ. നീ എന്തു പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും. പഴയ നിയമത്തിൽ മറ്റൊരു ഭക്തനുണ്ട്, ഏലിയാവ്. അവൻ ആഹാബിന്റെ കൊട്ടാരത്തിനകത്തി എന്ന് പറയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ദൈവം പറഞ്ഞിട്ടെന്നല്ല പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. കാരണം ഏലിയാവിന് ഉറപ്പുണ്ട്, സാന്നിധ്യത്തിനകത്ത് കയറി നിന്ന് ഞാൻ ചിലത് പറഞ്ഞാൽ അത് സീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കാൻ എൻ്റെ സ്വർഗം റെഡിയാ. ഇന്ന് പകൽ ആത്മാവിൽ, അതുകൊണ്ട് വചനം പറയുന്ന ജീവനും മരണവും എൻ്റെ നാവിൻ്റെ മേലിരിക്കുന്നു. നീ ജീവനെ പറയാകോ, നെഗറ്റീവ് വിളിച്ചു പറയരുത്. ഹല്ലേലൂയ. ദൈവത്തോ എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും അതിൻ്റെ നടുവിൽ ചിരിച്ചോണ്ട് നിന്ന് വിശ്വാസം വിളിച്ചു പറ. ചില ദൈവപ്രവൃത്തി കണ്ടിരിക്കും, ചില ദൈവപ്രവൃത്തി കണ്ടിരിക്കും. നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ നീ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്തു തരും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അഠമന ദരക്ഷ. നീ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. നിന്റെ തലമുറയെക്കുറിച്ച് നീ എന്ത് പറയുന്നു അതുപോലെ ദൈവം ചെയ്തു തരും. ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ സാന്നിധ്യത്തിനകത്തേക്ക് കയറി വാ, ഒന്നുകൂടെ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി വാ. സാന്നിധ്യത്തിനകത്തേക്ക് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനകളൊക്കെ വെക്കുന്നത് എന്തിനാ? മെയിൻ ഉദ്ദേശം സ്പിരിച്വലി വളരുക എന്നുള്ളതാണ്. ബാക്കി അതിനകത്ത് നടന്നോളും. നീ ആത്മീകമായി ബലപ്പെട്ടാൽ, നീ ആത്മീകമായി വളർന്നാൽ നിന്റെ കടഭാരം മാറും, നിന്റെ രോഗം മാറും, നിന്റെ പ്രതിസന്ധി മാറും, നിന്റെ ഹല്ലേലൂയ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറും, നിന്റെ തലമുറകൾ മടങ്ങി വരും. ഹല്ലേലൂയ. നീ സ്പിരിച്വലി ഒന്ന് കയറി വന്നാൽ മതി. സാന്നിധ്യത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അളവ് വർദ്ധിക്കും തോറും, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുന്ന ഹല്ലേലൂയ നീ ഒന്നുകൂടെ അടുത്ത് നടക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ മഞ്ഞു പോലെ ഉരുകി മാറും. ഇന്ന് പകലും ചിലരോട് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഒന്നുകൂടെ അടുത്ത ലെവലിലേക്കൊന്ന് കയറി വാ. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത ലെവലിലേക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കാൻ, ഹല്ലേലൂയ ഒന്നുകൂടെ ഒന്ന് കയറി വരാൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ കയറി വന്നാൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഈ സഭ ഒരു കൊയ്ത്ത് കാണും. ഈ സഭ ഒരു കൂട്ടത്തെ ആത്മാവ് പിടിക്കും. എന്തോ ആ ദൂത് കയറി വന്നുകൊണ്ട് ഒരു ദൂത് പറയാം നിങ്ങളോട്. ഇതിനകത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ ദൂത്. ഈ ദൈവസഭ ചിലതിനെ ആത്മാവിൽ പിടിക്കാൻ പോവുക. ഇതിനകത്ത് വർദ്ധിക്കുന്ന സാന്നിധ്യം ചിലതിനെ ആത്മാവിൽ പൂട്ടും. ചില തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരോട് അടുത്ത ദൂത് ഞാൻ കൈമാറുക, പ്രാർത്ഥനയിൽ കയറിക്കോ, സാന്നിധ്യത്തിനകത്ത് കയറിക്കോ. ചിലതിനെ സ്വർഗം ആത്മാവിനാൽ പിടിക്കും, ആത്മാവിനാൽ പിടിക്കും, ആത്മാവിനാൽ പിടിക്കും. നമുക്കറിയാം ഈ മെസ്സേജിനകത്തില്ലാത്തതാണ്. ഞാൻ ഈ പ്രവാചകനായതുകൊണ്ട് കർത്താവ് കയറി നിൽക്കുമ്പോൾ അവിടെയുള്ള ജനത്തിന് ആവശ്യമുള്ളതനുസരിച്ച് ഡൈവേർട്ട് ചെയ്ത് വിടും. ഹല്ലേലൂയ. ഈ പറയുന്ന ദൂത് ഇതിനകത്തിരിക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില കുടുംബത്തോടും ഈ ദൈവസഭയോടുമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസിൻ്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് നിന്നത് പൗലോസ്. അടുത്തത് ദമസ്കോസിലുള്ളവരെ ഹല്ലേലൂയ മുടിച്ചു കളയാനുള്ള അധികാരപത്രവും വാങ്ങി ഇവൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർക്ക് മുഴുവൻ ഇവനെ പേടിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ പൗലോസ്, ശൗൽ എന്ന പേര് കേട്ടാൽ ഇവർക്കെല്ലാം പേടിയാണ്. ഏത് വീട് കാണുന്നോ ആ വീട്ടിൽ കയറി അന്നേരം അവർ കഥ പടയ്ക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ പോയിക്കൊണ്ട് വലിയ പ്രതിസന്ധിയിൽ പോകുമ്പം ഒരു സൈഡിൽ ശൗൽ എന്ന പൗലോസ് ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ മുടിച്ചുകൊണ്ടും തകർത്തുകൊണ്ടും മുന്നേറുകയാണ്.
അവസാനം അവൻ കേട്ടു ദമസ്കോസിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന്. ബൈബിൾ പറയുന്നു അങ്ങനെ ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ മുടിച്ചു കളയാൻ വേണ്ടി ഹല്ലേലൂയ അധികാരപത്രവുമായിട്ട് അവൻ പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ റൂമിൽ തന്ന 1-2 ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ഇവൻ ദമസ്കോസിലേക്ക് പോയതല്ല, ഇവനെ പരിശുദ്ധാത്മാവ് ദമസ്കോസിലേക്ക് ഓടിച്ചു കയറ്റിയതാണ്. എന്താന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എടാ, പത്രോസിന് മെരുക്കാൻ കഴിയാത്ത, ആ യോഹന്നാന് മെരുക്കാൻ കഴിയാത്ത, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റ് കൂടുള്ള പലർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരുത്തനെ ഞാൻ ദമസ്കോസിൻ്റെ അകത്തളങ്ങളിൽ ഇരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു അനന്യാസിനെ ഞാൻ ദമസ്കോസിൻ്റെ അകത്തളങ്ങളിൽ ഇരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ ദമസ്കോസിനകത്ത് ഇരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശൗലെന്ന് പറഞ്ഞവനെ ദമസ്കോസിനകത്തേക്ക് ഓടിച്ചു കയറ്റുക. അങ്ങനാണെങ്കിൽ ഈ ദൂതിനെ ഞാൻ പ്രൊഫറ്റിക്കലി തിരിക്കുകയാണ്. എക്സോഡസ് പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കത്തില്ലെന്നല്ല അർത്ഥം, ഒന്നുകൂടെ പ്രാർത്ഥിച്ചു കയറുമെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടത്തെ ഞാൻ ആത്മാവിൽ ഓടിച്ച് ഇതിനകത്ത് കയറ്റും. ആർക്കും വഴങ്ങാത്ത, ആർക്കും പിടികൊടുക്കാത്ത, ഹല്ലേലൂയ, തെന്നി പോകുന്ന ചിലതിനെ ഞാൻ ഇതിനകത്ത് കയറ്റി ആത്മാവിനാൽ പൂട്ടും. ഒന്നുകൂടി കയറി പറഞ്ഞാൽ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പലതിനും അടിമകളായി കിടന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും പോലീസുകാർക്കും തലവേദനയായി നിൽക്കുന്ന ചിലതിനെ ഞാൻ ഇതിനകത്ത് കയറ്റിക്കൊണ്ടുവരും. ഇതിനകത്ത് കയറിയാൽ ആത്മാവിനാൽ പിടിക്കപ്പെടും. തലയിൽ കൈ വെക്കണ്ട. ഹല്ലേലൂയ. ഇതിനകത്ത് കയറി വരുമ്പോൾ അവൻ പറയും, പാസ്റ്റേ, എന്തോ ഒരു സമാധാനം, എന്തോ എവിടെയും കിട്ടാത്ത ഒരു സന്തോഷം. ആത്മാവിനാൽ പിടിക്കും, ആത്മാവിനാൽ പിടിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ചിലതിനെ ആത്മാവിനാൽ പിടിക്കാൻ സമയമായി. ഈ ഉപവാസത്തിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ഈ ദിവസങ്ങളിൽ ആത്മാവിനാൽ പിടിക്കപ്പെടും. ഇപ്പം സുവിശേഷം എന്ന് കേട്ടാൽ പുച്ഛമല്ലയോ? അവനെ കൊണ്ട് ഈ പുസ്തകം ദൈവം എടുപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളി എന്ന് കേട്ടാൽ അവന് ബോറടിയല്ലേ? അവനെ കൊണ്ട് ഇത് തമ്പുരാൻ എടുപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു, ഹല്ലേലൂയ, പത്രോസിന് മെരുക്കാൻ കഴിയാത്തത്, യോഹന്നാന് ചെയ്യാൻ കഴിയാത്തത്, അന്ത്രയോസിന് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ഒരുത്തനെ അകത്തളത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് അനന്യാസ്. ഹല്ലേലൂയ. എന്താ ഇത് പറയാൻ കാരണം എന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ്റെ ടെറിട്ടറിയിലേക്ക് ബൈബിൾ പറയുന്നു, ദമസ്കോസിൻ്റെ പടിവാതിക്കലെത്തിയപ്പം, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അർത്ഥം, പ്രാർത്ഥിക്കുന്നവൻ്റെ ടെറിട്ടറിയിലേക്ക് സ്റ്റെപ്പിൻ ചെയ്തതും ഇവൻ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു. ദൂതുപിടി കിട്ടുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ്റെ ടെറിട്ടറിയിലോട്ട് ഇവൻ കുതിരയുമായി സ്റ്റെപ്പിൻ ചെയ്തതും അതിനകത്ത് കയറിയിട്ടല്ല വീണത്, അതിൻ്റെ ബോർഡറിൽ, അവൻ്റെ പ്രാർത്ഥിക്കുന്നവൻ്റെ ബൗണ്ടറിക്കകത്തേക്ക് സ്റ്റെപ്പിൻ ചെയ്തതും ഇവൻ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു. അങ്ങനാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, ഞാനൊരു ദൂത് കയറി പറയാം. നിൻ്റെ വീടിനകത്ത് സാന്നിധ്യം വർദ്ധിച്ചാൽ നിൻ്റെ വീടിന് ചുറ്റുപാടുമുള്ളവർ ആത്മാവിനാൽ പിടിക്കപ്പെടും. ഇതുവരെ നിനക്ക് വിരോധമായവർ വന്ന് പറയും, സിസ്റ്റർ, നിങ്ങൾ പള്ളിയിൽ പോവുകയാണോ, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. അല്ലെങ്കിൽ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. ആത്മാവിനാൽ പിടിക്കപ്പെടും. ദമസ്കോസിൻ്റെ ബൗണ്ടറി സ്റ്റെപ്പിൻ ചെയ്തതും ഇവൻ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇനി അടുത്ത ദൂത് മാതാക്കൾ കേൾക്കണേ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ. ഹല്ലേലൂയ. ഇപ്പം ഇവൻ മുടിക്കാൻ പോയവൻ തിരിഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. ഇപ്പം ഇവൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, എൻ്റെ കണ്ണ് തുറക്കാൻ ഒരുത്തനെ അയക്കണേന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ ദൂത? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോറാന്ന് പറയുന്നവനെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കും. ഹല്ലേലൂയ. എനിക്ക് ചർച്ചിൽ വരാൻ ഒക്കത്തില്ലെന്ന് പറയുന്നവനെ കൊണ്ട് തമ്പുരാൻ പ്രസംഗിപ്പിക്കും. വിശ്വസിക്കാൻ റെഡിയാണോ നിങ്ങൾ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളോടായി ദൂത് പറയുന്നത്. ഹല്ലേലൂയ. അനന്യാസ് പറഞ്ഞു, ഞാൻ പോകത്തില്ല.
അവൻ ക്രിസ്ത്യാനികളെ മൊത്തം മുടിച്ചിട്ട് ഇവിടെയും ചിലത് മുടിക്കാൻ വന്നതാ. തമ്പുരാൻ്റെ മറുപടി നിങ്ങൾ കേട്ടോണം. ബൈബിളിലില്ല, എൻ്റെ പ്രാർത്ഥനാ റൂമിൽ തന്ന ഒരു മറുപടി ഞാൻ നിങ്ങളോട് പറയാം. അനന്യാസേ, നീ ധൈര്യമായിട്ട് പോ, അവൻ്റെ തലമേൽ കൈവയ്ക്ക്. ഇവൻ ദമസ്കോസ് എന്ന പട്ടണം മുടിക്കാനല്ലേ വന്നത്. നീ നോക്കിക്കോ, യവനെ വെച്ച് ഞാൻ കൊരിന്ത് പിടിക്കും, യവനെ വെച്ച് ഞാൻ എഫെസോസ് പിടിക്കും, യവനെ വെച്ച് ഞാൻ തെസ്സലോനിക്ക പിടിക്കും, യവനെ വെച്ച് ഞാൻ ഫിലിപ്പിയെ പിടിക്കും. ഓ, തൂത് പിടികിട്ടിയെങ്കിൽ രാമയം പറ. ഹല്ലേലൂയ. യവനെ ദമസ്കോസ് മുടിക്കാൻ ഇറങ്ങി തിരിച്ചല്ലയോ. ഹല്ലേലൂയ. നീ പേടിക്കണ്ട, യവനെ വെച്ച് എഫെസോസിനെ ഞാൻ ഇളക്കും, കൊരിന്ത്യ പട്ടണത്തെ ഇളക്കും, അർത്തമീസിനെ വെട്ടി താഴെയിടും. ദൈവപ്രവർത്തികളെ യവനിലൂടെ ഞാൻ ആരംഭിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, നിന്റെ തലമുറയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുവാൻ എൻ്റെ ദൈവം ഇന്നും ശക്തനാ. ഇനി അവൻ സഭയെ മുടിക്കാൻ കളഞ്ഞത് നടന്നല്ലയോ. സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ അവനെ കൊണ്ട് എഴുതിക്കും. ദൂതുപിടി കിട്ടുന്നുണ്ടോ? ഇവൻ സഭയെ മുടിക്കാൻ നടന്നതല്ലേ. സഭ എങ്ങനെ ആയിരിക്കണമെന്ന് യവനാ എഴുതാൻ പോകുന്നത്. പത്രോസ് അല്ല എഴുതാൻ പോകുന്നത്, യോഹന്നാൻ അല്ല എഴുതാൻ പോകുന്നത്, യവനാ എഴുതാൻ പോകുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. യവൻ എവിടെ സഭയുണ്ടെന്ന് നോക്കി നടക്കുക മുടിക്കാൻ. ഇനി നീ നോക്കിക്കോ അനന്യാസേ, യവൻ എവിടെ കാല് വെച്ചാലും അവിടെ സഭയാ. യവനൊരു വീട്ടിൽ കയറിയ വീട് സഭയാ, യവനൊരു വീട്ടിൽ കയറിയ വീട് സഭയാ, യവനൊരു പട്ടണത്തിൽ കയറിയ പട്ടണം സഭയാ. വിശ്വസിക്ക, വിശ്വസിക്ക. ചില തലമുറകളെ അങ്ങനെ ഉപയോഗിക്കാൻ. യവൻ നദീതീരത്ത് കാറ്റ് കൊള്ളാൻ പോയാൽ അവിടെ സഭയുണ്ടാകും. കർത്താവേ, വലിയ അഭിഷേകത്തോട് കരമടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച്. മോനെ, വലിയ ദൈവവിളി നിന്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ നിയോഗങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്റെ മേൽ ദൈവം ഇട്ട് നിന്നെ ഉപയോഗിക്കുന്ന ഒരു സീസൺ ഉണ്ടെന്ന് ആത്മാവ് ആലോചന അറിയിക്കുന്നു. കരമടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. അടകമനകലകനാദിയം റേമനാദിയം ധുരലഗതം. ദേവദാസനെ, അടുത്ത ഒരു മൂവിന് റെഡി ആയിക്കോ. സഭ അടുത്ത ഒരു മൂവിലേക്കും അടുത്ത ഒരു നിയോഗത്തിലേക്കും ദൈവസഭ കയറാൻ പോകുന്നെന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. പല സ്ഥലങ്ങളിൽ വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ടാകും. ഈ US മണ്ണിലൊക്കെ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടാകും. ഓസ്ട്രേലിയയിൽ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടാകും. ഇവിടുന്ന് പോകുന്നവർ തന്നെ ഇതിൻ്റെ പേരിൽ സഭകൾ സ്ഥാപിക്കും. അങ്ങനെയൊക്കെയുള്ള പുതിയ നിയോഗങ്ങൾ, പുതിയ ദൈവപ്രവർത്തികൾ. ഇന്ത്യക്ക് വെളിയിൽ ഇപ്പോൾ സഭയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ത്യക്ക് വെളിയിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കുന്ന ദൈവപ്രവർത്തികൾ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. റാമാശകാലിയാന്ധുര, നിന്റെ വാക്കുപോലെ ചെയ്യും, നിന്റെ വാക്കുപോലെ ചെയ്യും. റാബാധാര, പ്രാർത്ഥിക്കുന്നവന്റെ വാക്കുപോലെ. റാഖ ലബന ഹദുര ലഗന, ലബന ഹദുര ലഗന ദരലഗതം. റേമന ദരക്ഷലഗനാദിയം ധുരലഗതം. റബന ഹദുര ലഗന ധരലഗത. സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കയറി വാ. ഈ ഉപവാസത്തിൽ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കയറി വാ. റീബാ ശകലഹദുരലഗന. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. റബാ സദ. ഒരു മെസ്സേജ് കേട്ടിട്ട് പോകാൻ ഇരിക്കരുത്. ഞാനെന്നല്ല ആര് വന്നാലും. ഹല്ലേലൂയ. ചില ദൂതുകളെ ഏറ്റെടുത്ത് ആത്മാവിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ചില ദൈവപ്രവർത്തികൾ എൻ്റെ കുടുംബം കണ്ടിരിക്കും, എൻ്റെ സഭ കണ്ടിരിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ചിലത് നിങ്ങൾ കണ്ടിരിക്കും. സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി വാ. ദൈവം നിങ്ങളോട് സംസാരിക്കും, നിൻ്റെ തലമുറയോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ക്രിസ്ത്യാനി ഉണ്ടെന്ന് നോക്കി മുടിക്കാൻ നടന്നവൻ ഇപ്പോൾ കാലെവിടെ വെച്ചാലും അവിടെ സഭയാ. ഒരു വീട്ടിൽ കയറിയ വീട് സഭയാ. അവൻ പട്ടണത്തിൽ ഇറങ്ങിയാൽ പട്ടണം വിളകും, പട്ടണം മുഴുവൻ ഉണർവാ. അവൻ നദീതീരത്ത് കാറ്റ് കൊള്ളാൻ പോയാൽ ആ നദീതീരത്ത് സഭയാ.
ഇന്ന് പകൽ ഈ ദൂത് പിടിക്കാൻ റെഡിയുണ്ടെങ്കിൽ ചിലതിനെ ഇതുപോലെ ദൈവം ഉപയോഗിക്കുന്നേ. ചിലതിനെ ഇതുപോലെ നീ കാലി ചവിട്ടുന്ന പട്ടണങ്ങളിൽ, നീ പോകുന്ന ദേശങ്ങളിൽ, നീ കയറുന്ന ഭവനങ്ങളിൽ പട്ടണം പിടിക്കുന്ന ദൈവപ്രവർത്തി, എറണാകുളം പട്ടണത്തെ പിടിക്കുന്ന ഒരു ദൈവപ്രവർത്തി. ഇവിടെ ഒത്തിരി സഭകളുണ്ട്, എനിക്കറിയാം. ഇവിടുത്തെ പല സഭകളും ഞാൻ ശുശ്രൂഷിച്ചു. പക്ഷെ എന്നോട് കർത്താവ് ഇന്ന് ഈ പുൽപ്പിരി നിൽക്കാൻ പറയുന്നു, നിങ്ങളുടെ മേൽ എന്തോ ഒരു ഫേവറുണ്ട് ദൈവത്തിൻ്റെ. ആ ദൂതിലേക്ക് ഞാൻ വരും, പക്ഷെ ആ ദൂത് കണക്റ്റഡാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഒരു ഫേവർ ദൈവത്തിൻ്റെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ഒരു മൂവ് ഇവിടെ നിന്ന് ആരംഭിക്കുമെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. അടമന ദരക്ഷലകനാദ്യം കർത്താവിൻ്റെ ദാസം വരുന്നതിന് മുമ്പ് ഞാനൊരു ദൂത് പറഞ്ഞു. അടുത്ത 3 വർഷത്തിനകത്ത് നിങ്ങൾക്ക് ഓൺ ബിൽഡിംഗ് ഉണ്ടാകും, സ്വന്തം സ്ഥലമുണ്ടാകും. ഹല്ലേലൂയ. അതുപോലുള്ള ഭയങ്കര ഒരു മൂവിലേക്ക് ഹല്ലേലൂയ ദൈവാത്മാവ് ഈ സഭയെ കൊണ്ടുപോകും. ഈ പട്ടണത്തിൽ, എനിക്കറിയത്തില്ല, ഞാൻ ഈ സഭയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ പട്ടണത്തിൽ പലരും പറഞ്ഞെന്ന് കർത്താവിനോട് പറയുന്നു, ഇത് കൾട്ടാണ്, ഇത് മറ്റേതാണ്, ഇവിടെ പോകരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ നടുവിൽ ഇത്രത്തോളം ദൈവം വളർത്തിയെങ്കിൽ അടുത്ത ഒരു മൂവിന് ദൈവസഭ റെഡിയായിക്കോളാൻ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. അടമന ദരക്ഷലകനാദ്യം വലിയൊരു മൂവിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകുന്ന സീസണ. അറഖാലാബനാദി. ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടാൻ പ്രാർത്ഥിച്ചേ. പറ കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി എന്നോട് സംസാരിക്കണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചേ. ആഴത്തിൽ എന്നോടൊന്ന് സംസാരിക്കണേ. എൻ്റെ അടുത്തിരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് എന്നോടൊന്ന് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചേ. എന്തോ ഇന്ന് പകൽ എന്നോട് കർത്താവ് പറഞ്ഞു, ചില തലമുറകളെ ദൈവം തിരിക്കും. നിൻ്റെ പ്രാർത്ഥന വൃഥാവായില്ലെന്ന് തെളിയിക്കും ദൈവം. എന്നോടൊരു ദൂതി ഉപവാസത്തിൽ പ്രവചിച്ചു പറയാൻ പറയുന്നു, ദൈവം ചില കുടുംബങ്ങൾക്ക് തെളിയിച്ചു തരുന്ന സീസണാണ്. ദൈവം ചിലത് തെളിയിച്ചു തരുന്ന സീസണാണ്. നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കും. നീ കുറേ നാളായിട്ട് ഉപവാസമാ പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ദൈവം നിനക്ക് തെളിയിച്ചു തരും.
തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചോ. തലമുറകളെ ദൈവം ചിലതിനെ ദൈവരാജ്യത്തിനകത്ത് ഉപയോഗിക്കും, ചിലതിന് വലിയ വഴികളെ തുറന്നു കൊടുക്കും. ചിലത് നിന്റെ കൂടെ ആരാധനയ്ക്ക് വരും. നീ ആരാധനാലയത്തിൽ കയറുന്നതിന് മുമ്പ് നിന്റെ തലമുറയെ ദൈവം ഇതിനകത്ത് കയറ്റും. എന്നുവെച്ചാൽ നീ 9 മണിക്കാണ് വരുന്നെങ്കിൽ അവരെ 8:45 ഇതിനകത്ത് കൊണ്ടുവരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, 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 വിശ്വസിച്ചോ. ലാ റവാസ്യാന്തേ രമേനിയാന്തരാം ലബനാ ഹദുരാം. ദേവദാസനെ അടുത്ത ഒരു സീസൺ ഒത്തിരി സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിനകത്തൊന്നും എഴുന്നേൽപ്പിക്കും, ഇതിനകത്തൊന്നും എഴുന്നേൽപ്പിക്കും. ഒത്തിരി സഹോദരിമാരെ ഇന്ത്യയുടെ മണ്ണിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. ഞാൻ ഒരു മോളെ കാണുന്നു, എന്തോ ശക്തമായി ഉപയോഗിക്കുമെന്ന് പറയുന്നു. റാഖ ലബാസ്യാന്തുര ലഗന. ശക്തമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങയുടെ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് ആത്മാവ് ആലോചന അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ഭയങ്കര മഹത്വം അതിൻ്റെ മേൽ വെളിപ്പെടും. എന്തോ വരും ദിവസങ്ങളിൽ ചില സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾ ആ തലമുറയുടെ മേൽ സംഭവിക്കുമെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് വലിയ വഴികൾ, വലിയ വിശാലതകൾ. ഹല്ലേലൂയ റബാഷക. ഇതിനകത്ത് ശുശ്രൂഷ കൊതിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോണം. ഒരു ജാറിക്കിടക്കുന്ന മീനിനെ സമുദ്രത്തിലെടുത്ത് എറിയുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ ചിലതിനെ എടുത്തെറിയും, ചിലതിനെ എടുത്തെറിയും. വിശ്വസിക്കാം. ആ കൈ ഉയർത്തിയ ബ്രദർ, വർഷിപ്പ് ചെയ്ത ബ്രദർ കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ഒരു ജാറിനകത്ത് കിടക്കുന്ന മത്സ്യത്തെ ഹല്ലേലൂയ സമുദ്രത്തിലെടുത്തെറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തെറിയും. അസാധാരണമായത് ദൈവരാജ്യത്തിന് ചെയ്തെടുക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ആത്മാവിന്ന് പകൽ ദൂതറിയിക്കുകയാണ്. അടമനാ ദരക്ഷലകന് വചനം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാക്കി ദൈവസഭയോട് ചേർന്ന് നിന്ന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ ദൈവാത്മാവ് ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ആലോചന അറിയിക്കുന്നു. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇതിനകത്ത് ശുശ്രൂഷ കൊതിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അടുത്ത ഒരു ലെവലിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ഒന്ന്, ചിലരെ ശുശ്രൂഷയിലേക്ക് ദൈവം സ്റ്റെപ്പിൻ ചെയ്യിക്കും. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ അടുത്ത ലെവലിലോട്ട് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചില ശുശ്രൂഷകന്മാരെ ദൈവം വളർത്തുന്ന സീസണാ. ചില പട്ടണങ്ങളെ പിടിക്കാൻ, ചില ദേശങ്ങളെ പിടിക്കാൻ, എറണാകുളം പട്ടണത്തെ പിടിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ കൈ താക്കോലേൽപ്പിക്കും. നീ റെഡിയാണെങ്കിൽ നിന്റെ കൈ താക്കോലേൽപ്പിക്കും. ഹല്ലേലൂയ. ചിലത് തുറക്കാനുള്ള ചില ദേശങ്ങൾ ലോക്കായിരിക്കും, പക്ഷേ തമ്പുരാൻ നിന്റെ കൈ താക്കോല് തരും തുറക്കാൻ. വിശ്വസിക്കാമോ? എന്നോട് പറയുന്നല്ലോ ദൈവദാസനെ, എന്തോ ഈ സഭയിൽ വീണ്ടും ചില ദേശങ്ങൾ ലോക്കായി കിടക്കുന്നതിനെ തുറക്കാനുള്ള താക്കോല് ഞാൻ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു. ആത്മമണ്ഡലത്തിൽ പറയുന്നതിനെ നിങ്ങൾ ഹല്ലേലൂയ റിസീവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വരുന്ന ആളുകളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അനേക ആത്മാക്കളുടെ കണ്ണ് കുരുടാക്കി ദേശത്തെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ലോക്കഴിക്കാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ ചില താക്കോലുകൾ ഈ ഉപവാസത്തിൽ ചിലർക്ക് കൈമാറുകയാ. ഈ ഉപവാസത്തിൽ ചിലത് കൈമാറുകയാ. വിശ്വസിക്കുക, കൈമാറുകയാ. ചിലത് കൈമാറുന്ന സീസണായത്. ഇതുവരെ എറണാകുളം പട്ടണത്തിൻ്റെ ചില തുറക്കാത്ത വില്ലേജുകൾ, ദേശങ്ങൾ ദൈവം തുറക്കാൻ ഈ ഉപവാസത്തിലൊരു കീ തരുമെന്ന് എന്നോട് കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ചിലയിടത്ത് വീണ്ടും സെല്ല് മീറ്റിങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. ചിലയിടത്ത് ഹല്ലേലൂയ ചർച്ചുകൾ പ്ലാന്റ് ആകാൻ പോകുന്നു. തുറക്കാത്ത ചിലയിടത്ത് ദൈവം ഈ സീസണകത്ത് അൺലോക്ക് ചെയ്യും. വിശ്വസിക്കുക. അൺലോക്ക് ചെയ്യും. ചിലത് ദൈവസഭയ്ക്ക് അൺലോക്ക് ചെയ്യും.
ഈ ഉപവാസത്തിൽ ചിലത് അൺലോക്ക് ചെയ്ത് കൈ തരുമെന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചില ദേശങ്ങൾ ഈ ഉപവാസം കഴിയുമ്പോൾ തമ്പുരാൻ അതിൻ്റെ കീ തുറക്കാൻ, കയറി ചെല്ലുവാൻ നിങ്ങൾക്ക് അനുമതി തരുമെന്ന് ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. സാന്നിധ്യം ക്യാരി ചെയ്യുന്നവൻ ചിലയിടത്ത് ചെന്ന് നിന്നാൽ അവിടുത്തെ അന്ധകാരങ്ങൾ കീഴടങ്ങും, പൈശാചിക കോട്ടകൾ ഇടിയും. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദൈവ നിയോഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും. 2, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൂത്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറുമ്പോൾ അവന് ദൈവത്തെയും ദൈവത്തിന് അവനെയും അടുത്തറിയാൻ പറ്റും. ഹലോ, കറക്റ്റാണോ? ഹല്ലേലൂയ. എത്രത്തോളം നീ ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറുന്നോ അത്രത്തോളം നിനക്ക് നിൻ്റെ ദൈവത്തെ അടുത്തറിയാൻ പറ്റും. ഇപ്പം ഞാനും എബിപ്പാസ്റ്ററുടെ ഒരു 6 മാസം ഒരുമിച്ച് താമസിച്ചാൽ, അല്ലെങ്കിൽ ഒരു റൂമിൽ താമസിച്ചാൽ, അല്ലെങ്കിൽ ഒരുമിച്ച് നടന്നാൽ ഏകദേശം ഒരു എല്ലാം അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 85% ആ സ്വഭാവം, ക്യാരക്ടർ എനിക്ക് ദൈവദാസന് എൻ്റെയും അറിയാൻ പറ്റും. ശരിയാണോ? ഹല്ലേലൂയ. അപ്പം നിത്യനായ ദൈവത്തിനോട് നിനക്ക് അടുക്കണമെങ്കിൽ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറണം. സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറിയാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൾസ് നിനക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാരണം? ദാവീദിന് ദൈവത്തിൻ്റെ പൾസ് നന്നായിട്ടറിയാം. ദൈവത്തിന് ദാവീദിൻ്റെ പൾസ് നന്നായിട്ടറിയാം. ഹലോ, ഹല്ലേലൂയ. വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല. മോശയെക്കുറിച്ച് സ്നേഹിതനെന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനോട് മുഖാമുഖം സംസാരിച്ചു. പക്ഷേ ദാവീദിനെ കുറിച്ച് പറയും, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എൻ്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് അവനറിയാം. അവൻ്റെ ഹൃദയത്തിലുള്ളത് എന്തുവാന്ന് എനിക്കും അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആത്മാവി ദൂത് പറയാൻ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിൽ കയറിയാൽ ഹല്ലേലൂയ നിനക്ക് ദൈവത്തെയും ദൈവത്തിന് നിന്നെയും ഒന്നുകൂടെ അടുത്തറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രവാചകനാണ്. ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രവാചകൻ്റെ അടുത്ത് നീ പോകണ്ട. ഹല്ലേലൂയ. സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറിയാൽ ഹല്ലേലൂയ നിനക്ക് അടുത്ത സീസണിൽ നിൻ്റെ കുടുംബത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്, നിൻ്റെ വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തരും. ദൈവം നിനക്ക് കാണിച്ചു തരും. സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷയിലൂടെ നിനക്കത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. 1-2 ഇൻസിഡൻ്റ് ഉണ്ട് ദൈവത്തിൻ്റെ പൾസ് അറിഞ്ഞ ദാവീദിനെ കുറിച്ച് ബൈബിളിൽ. 1 ദിനവൃത്താന്തം 23 പഠിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ യുദ്ധം ജയിച്ച് വരികയാണ്. യുദ്ധം ജയിച്ച് വരുമ്പോൾ അക്കാലത്ത് ദാവീദിനോട് പ്രവചിക്കുന്നത് 2 പ്രവാചകന്മാരാണ്, ഗാദ് പ്രവാചകനും നാഥൻ പ്രവാചകനും. ഗാദ് എന്ന പ്രവാചകനെ വിളിച്ചിട്ട് ദാവീദ് രാജാവ് പറയുകയാണ്, പ്രവാചക, നീ പോയി ഇനി എൻ്റെ കൂടെ എത്ര വീരന്മാരുണ്ട്, എത്ര ശൂരന്മാരുണ്ട്, എത്ര ആൾക്കാരുണ്ടെന്ന് നീ എണ്ണീട്ട് വരണം. ഇത് കേട്ടപ്പോഴേ ഗാദ് പ്രവാചകന് മനസ്സിലായി ഇത് ദൈവത്തിന് അനിഷ്ടമാണ്, ഇത് ചെയ്തുകൂടാ. ഇന്നത്തെ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഇത് പണി കിട്ടാനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഗാദ് പറഞ്ഞ യജമാനെ വേണ്ട, കേട്ടില്ല, നീ പോയി എണ്ണീട്ട് വരാൻ പറഞ്ഞു. എണ്ണി കൗണ്ട് ചെയ്തു, വന്ന് റിപ്പോർട്ട് കൊടുത്തു രാജാവിന്. 600 വീരന്മാരുണ്ട്, 300 ശൂരന്മാരുണ്ട്, ഇത്ര രഥചക്രങ്ങൾ നമുക്കുണ്ട്, ഇനി എല്ലാം റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഗാദ് പ്രവാചകൻ കൊട്ടാരത്തിന് വെളിയിലോട്ട് പോകുമ്പോൾ തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് ഗാദ് പ്രവാചകനോട് പറയുക, ഗാദേ നീ തിരിച്ചു പോ. ഇവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട്, ഇന്നത്തെ ഭാഷ ഞാൻ പറഞ്ഞാൽ ഈ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് അവൻ്റെ മുമ്പ് ഞാൻ 3 പണിഷ്മെൻറ്റ് വയ്ക്കും. ഏത് വേണോ അവന് ചൂസ് ചെയ്യാം. 3 മാസം 3 പണിഷ്മെൻറ്റ്. 1, ശത്രു തുരത്തി ഓടിക്കും. 2, മഹാക്ഷാമം വരും. 3, വലിയ പേമാരി വരും. പക്ഷേ 3 മാസമേ നിൽക്കത്തുള്ളൂ. പ്രളയം വരും. 3 മാസമേ ഉള്ളൂ. കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഞാനാണ് ദാവീദിൻ്റെ സ്ഥാനത്തെങ്കിൽ കറക്കി കുത്തി ഒരെണ്ണം തിരഞ്ഞെടുത്തേനെ. സാധ്യതയുള്ളത്
ശത്രു തുരത്തി ഓടിക്കും. 18 വർഷം ദാവീദ് ഓടിയതാ. ദാവീദിന് അറിഞ്ഞുകൂടാത്ത ഗുഹയാണോ? ദാവീദിന് അറിഞ്ഞുകൂടാത്ത മലയാണോ? ദാവീദിന് അറിഞ്ഞുകൂടാത്ത താഴ്വരകളാണോ ഉള്ളത്? അപ്പോൾ അത് തിരഞ്ഞെടുത്തേനെ. പക്ഷെ ദാവീദ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഹല്ലേലൂയ എന്നെ ഒത്തിരി കരയിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദാവീദ് പറയാം, മനുഷ്യൻ്റെ മുമ്പിലും ഞാൻ വീഴത്തില്ല, പിശാചിൻ്റെ മുമ്പിലും വീഴത്തില്ല, ഞാൻ അപ്പൻ്റെ സന്നിധി നെടുമ്പാട് വീഴുകയാ. ഞാൻ അപ്പൻ്റെ സന്നിധി നെടുമ്പാട് വീഴുകയാ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ പൾസ് അറിഞ്ഞവൻ, സാന്നിധ്യത്തിൽ നടക്കുന്നവന് ദൈവത്തിൻ്റെ പൾസ് അറിയാം. പെട്ടെന്ന് ദാവീദിന് മനസ്സിലായി, ദൈവം എന്നോട് പിണങ്ങിയിരിക്കുക. ഹലോ, ഇതുപോലെ ദൈവത്തിൻ്റെ പൾസ് അറിയാൻ പറ്റും. ഇതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, ഹല്ലേലൂയ, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷേ അന്ന് ന്യായപ്രമാണമായതുകൊണ്ട് പണിഷ്മെൻറ്റ് കിട്ടി. പക്ഷേ അവൻ്റെ ക്യാരക്ടർ പറയുക, ഞാൻ അവൻ്റെ സ്വഭാവം പറയുക, ഹല്ലേലൂയ, ഞാൻ മനുഷ്യൻ്റെ കയ്യിലോട്ടും വീഴത്തില്ല, ഞാൻ പിശാചിൻ്റെ കയ്യിലും വീഴത്തില്ല, ഞാൻ അപ്പൻ്റെ സന്നിധി നെടുമ്പാട് വീഴുകയാണ്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് എത്ര ഉപവാസ പ്രാർത്ഥന ഇരുന്നാലും ചില അമ്മാമ്മമാർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര പോരാട്ടമാണ്. ചിലർക്കങ്ങ് ഭയങ്കര ബന്ധനമാണ്. പക്ഷേ മൊത്തം അങ്ങ് ബന്ധനമാണ്, മൊത്തം അങ്ങ് പോരാട്ടമാണ്. ഹലോ, പഴയ നിയമഭക്തൻ പറയുക, ഞാൻ പിശാചിൻ്റെ കയ്യിലും വീഴത്തില്ല, ഞാൻ മനുഷ്യൻ്റെ കയ്യിലും വീഴത്തില്ല. പുതിയ നിയമവിശ്വാസി പറയുക, എനിക്ക് എന്നും അങ്ങ് പോരാട്ടമാണ്. എന്നോടിങ്ങനെ വന്ന് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, പോരാട്ടം ബന്ധനം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ദൈവമക്കളെ, ഉണ്ട്. പക്ഷെ നിന്നെ അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഹല്ലേലൂയ, നീ അതിൻ്റെ മുകളിലാണ്. ഹല്ലേലൂയ. എന്നും നിനക്ക് പോരാട്ടം ബന്ധനമാണെങ്കിൽ നിൻ്റെ ആത്മീയ ജീവിതം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാൻ ഞാൻ പറയും. ഹല്ലേലൂയ. നിനക്ക് എന്നും ബന്ധനമല്ല, നിനക്കെന്നും ഈ ദൂത് കയറി വന്നുകൊണ്ട് പറയുക, ആർക്കോ ഉള്ളതാ. എന്നും ബന്ധനമല്ല, എന്നും പോരാട്ടമല്ല, എന്നും തകർച്ചയല്ല. ദൈവം ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നും ബന്ധനം ും പറഞ്ഞിരിക്കരുത്, എന്നും പോരാട്ടമാണെന്നും പറഞ്ഞിരിക്കരുത്. ആ പേരേ പറയരുത്. എൻ്റെ ഭാഷയെ പറഞ്ഞ ആ രണ്ട് ഈ ബന്ധിക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ ബന്ധനവും പോരാട്ടവും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, മർത്തോമാക്കാരനില്ല, ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഓർത്തഡോക്സുകാരനില്ല, കത്തോലിക്കനില്ല, CSI കാരനില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിക്കുന്ന, വർഷത്തിൽ 2:21 ഇരിക്കുന്ന അമ്മാമ്മയ്ക്കും അച്ഛനും എന്നും പോരാട്ടമാണ്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഓർത്തഡോക്സിലായിരുന്നപ്പോൾ ഒരിടത്ത് പോലും ഞങ്ങളുടെ അച്ഛന്മാർ പറയുന്നത് കേട്ടിട്ടില്ല പോരാട്ടവും ബന്ധനവും. എൻ്റെ അമ്മ മർത്തോമയാണ്. മർത്തോമ വെക്കേഷനൊക്കെ വീട്ടിൽ പോകുമ്പോൾ മർത്തോമ ചർച്ച ചെയ്യാൻ പോയിട്ടുണ്ട്, അവിടെയും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ബന്ധിക്കോസി വന്നപ്പോൾ ഞാൻ കേൾക്കുക, എല്ലാ ദിവസവും ബൈബിളും എടുത്ത് നടക്കുന്ന, എല്ലാ വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ ബന്ധനമാണ്, പോരാട്ടമോ? നോ, അത് നീ വിശ്വസിക്കരുത്. ഹല്ലേലൂയ. ഉണ്ടായിരിക്കും, എന്നാലും നിൻ്റെ വാഗൊണ്ട് പറയരുത്. ചില സ്ട്രഗിൾ, ഞാൻ എപ്പോഴും പറയും, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ചില ടെസ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അത് കഴിയുമ്പോൾ ദൈവം നിനക്കൊരു പ്രമോഷൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവി ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസം കഴിയുമ്പോഴും ചിലർക്ക് ചില പ്രമോഷനുകൾ, ചില ഉയർച്ചകൾ, ചില നന്മകൾ, ചില ബ്രേക്ക് ത്രൂകൾ ദൈവം വെച്ചിട്ടുണ്ട്. നിനക്കെന്നും ബന്ധനമല്ല, എന്നും പോരാട്ടമല്ല, എന്നും പ്രശ്നമല്ല. അതിനപ്പുറത്ത് ദൈവികമായ പദ്ധതികൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. വണ്ടിയുടെ ഗ്ലാസിൻ്റെ സൈഡൊന്ന് മിററൊന്ന് ഉടഞ്ഞാലും പറയൂ പോരാട്ടമാണ്, ബന്ധനമാണ്. പറയരുത്. അകത്തറിയാമെങ്കിൽ നിൻ്റെ വാഗൊണ്ട് അത് പറയരുത്. അത് യാദൃച്ഛ്യമായി അത് പോരാട്ടമാണെന്ന് നീ പറയുമ്പോൾ അടുത്തതിന് അവൻ തരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നീ പറയാം അത് കാഷ്വലായി സംഭവിച്ചാന്ന് പറഞ്ഞ് പോയി ഗ്ലാസ് മാറ്റിയ കാര്യം കഴിഞ്ഞ്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? നീ അത് പോരാട്ടമാണെന്ന് പറയുമ്പോൾ അടുത്തവൻ പുറകെ കൊണ്ടുവരും, വേറൊരുത്തൻ പുറകെ കൊണ്ടുവരും. പാസ്റ്റർ കഴിഞ്ഞ ഒരാഴ്ച ഫ്രണ്ടിലെ ഗ്ലാസ് ഉടഞ്ഞു, ബാക്കി താണ്ടോ വണ്ടി. നോ, നീ പറയരുത്. കാരണം നീ ദൈവ പൈതല, നിന്റെ അകത്ത് യേശു ഇരിക്കുന്നുണ്ട്. നീ ആത്മാവി നടക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. നീ പറയണം, ഇല്ല. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പിശാചേ, നീ തിന്മയ്ക്ക് ചെയ്യാൻ നോക്കുന്നത് കൂടെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ആരോടൊക്കെയോ പ്രവചിക്കുന്നു, ചിലർക്ക് പിശാച് തിന്മയ്ക്ക് ചെയ്യാൻ വെച്ചത് കൂടെ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച്, കരമടിച്ച് 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 ശബ്ദമുയർത്തി
ഹല്ലേലൂയ. ഓ റബ ഷെഖേലിയാന്തുര ലേബന ഹദുര. പിന്നെ ചില അമ്മമാരുടെയും കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ചില പ്രവാചകന്മാരെ വിളിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അപ്പോൾ അവരങ്ങോട്ട് വിളിക്കും. പ്രവാചകൻ എടുക്കുമ്പോഴേ പ്രവാചകൻ കാണുന്ന പിന്നെ അവരുടെ വീട് മൊത്തം ഇരുട്ടാ. ഹലോ, ഇരുട്ടും പ്രശ്നവും. പിന്നെ ചിലരാണെങ്കിൽ പറയും ആ മൂലയ്ക്കൊരു വ്യാപാരം നിൽപ്പുണ്ട്, ആ വ്യാപാരം അവിടെ നിൽക്കട്ടെ, നിനക്കെന്തുവാ. അപ്പോഴത്തേന് ഇവിടെ അമ്മാമ്മയുടെ BP ഹൈ ആയി, ഷുഗർ ഹൈ ആയി. പിന്നെ 3 ദിവസം ഉടനെ ഉപവാസമായി. അപ്പോൾ അടുത്ത ആളെ ഇറക്കി. നീ ആത്മീയമായി മെച്ചൂർഡായതാണെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. ഒരു പോരാട്ടവും എന്നെയും എൻ്റെ കുടുംബത്തെ തൊടത്തില്ല. ചിലത് വന്നാലും പറ, വചനം ഡിക്ലെയർ ചെയ്യ്, വചനം ഡിക്ലെയർ ചെയ്യ്, വചനം ഡിക്ലെയർ ചെയ്യ്, വചനം വിളിച്ചു പറ. നമുക്ക് ഇനി ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഇത് കുഴപ്പമെന്നറിയാം. നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് Ps 21 ദിവസം 21 പേരെ വെച്ച് ഉപവാസം ഗസ്റ്റുകളെ വിളിച്ച് നടത്തിയാലും ഇത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വിഷയം വരുമ്പം നമുക്ക് ഒരു വചനവും ഓർമ്മ വരത്തില്ല. താടിക്ക് കയ്യും കൊടുത്തിരിക്കും. ഹല്ലേലൂയ. നിൻ്റെ പ്രാർത്ഥനാ റൂമിൽ നീ കരയണം, നെടുമ്പാട് വീണണം, എന്ത് വേണേലും ചെയ്തോ. പക്ഷേ പ്രഭാതത്തിൽ നിൻ്റെ വിഷയത്തെ ഡീൽ ചെയ്യാൻ നീ ഇറങ്ങി നിൽക്കുമ്പോൾ വചനമെന്ന വാളുമായി നിൽക്കണം, വചനമെന്ന വാളുമായി നിൽക്കണം. പ്രാർത്ഥനാ റൂമിൽ നീ കരഞ്ഞോ, പ്രാർത്ഥനാ റൂമിൽ നീ നിലവിളിച്ചോ, ഹല്ലേലൂയ. പക്ഷേ പ്രഭാതത്തിൽ നിൻ്റെ വിഷയത്തെ ഡീൽ ചെയ്യാൻ ഇറങ്ങി നിൽക്കുമ്പോൾ നീ വചനമെന്ന വാളുമായി നിൽക്കണം, നീ വചനമെന്ന വാളുമായി നിൽക്കണം. വചനമെന്ന വാളുമായി നീ നിന്നാൽ ഹല്ലേലൂയ വചനം ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ വചനം ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ വചനത്തിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഈ വചനം വായിക്കുന്നവനും കേൾക്കുന്നവനും ഭാഗ്യവാനാണ്, അവന് നന്മ വരും. ഈ വചനം വിത്തിനൊരു സ്വഭാവമുണ്ട്, വിത്ത് പൊട്ടിക്കിളിർക്കും. ഞാൻ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും ഒരു ഇച്ചിരി അകത്തോട്ട് പോയി പുത്തൂരെന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ കൃഷി ചെയ്യുമ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വല്യപ്പച്ചനൊക്കെ കൃഷി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പപ്പയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വാഴവിത്തും ചേനയുമൊക്കെ നടുമ്പോൾ മണ്ണിട്ട് മൂടിയിട്ട്, ഞങ്ങളുടെ നാട്ടിൽ കുന്താലി എന്നാണ് പറയുന്നത്, ഇവിടെ മമ്മട്ടിയായിരിക്കും, അത് വെച്ച് ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കും. വീണ്ടും കാലുകൊണ്ടും 5-6 ചവിട്ടി ചവിട്ടും. എത്ര ചവിട്ടിയാലും 2-3 ദിവസത്തിനകത്ത് പെയ്യുന്ന മഴയ്ക്കകത്ത് ഇത് കിളിർത്ത് വരും. വിത്തിൻ്റെ സ്വഭാവം കാണിക്കും. വചനം വിത്ത് നീ വചനം വിളിച്ചു പറഞ്ഞാൽ വിത്തിൻ്റെ സ്വഭാവം കാണിക്കും. ഹല്ലേലൂയ. നീ ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രവാചകനെ വിളിക്കാൻ അല്ല ഓടേണ്ടത്. പ്രവാചകനെ വിളിക്കാൻ തെറ്റാന്നല്ല ഞാൻ പ്രവാചകനായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ നീ വചനമെന്ന വാള് കയ്യിലെടുക്കണം, വചനമെന്ന വാള് കയ്യിലെടുക്കണം, വചനം വിളിച്ചു പറയണം. രോഗമാണോ, രോഗസൗഖ്യത്തിനുള്ളതുണ്ട്. ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണോ, അതിനുള്ള വചനമുണ്ട്. 2012 20 ലക്ഷം രൂപ കടവുമായിട്ട് ബിസിനസ് എല്ലാം ബാംഗ്ലൂരിൽ തകർന്ന്, ഒരു സൈഡിൽ ദൈവം പറയുന്നു ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ, ഞാൻ പറയുന്നു 20 ലക്ഷം രൂപ കടമുണ്ട്, പല റെഡ്ഡീസിന് പൈസ കൊടുക്കാറുണ്ട്, 40-45,000 രൂപ ഇൻട്രസ്റ്റ് കെട്ടണം. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തില്ല. ഒരു സൈഡിൽ കർത്താവ് എല്ലാ പ്രവാചകന്മാരുടെ അടുത്തും പോകും, ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി പാസ്റ്റേ, കടമെന്ന് മാറും. പക്ഷെ പ്രവാചകൻ തലയിലോട്ട് കൈവച്ച് പറയും, നീ ഒരു ശുശ്രൂഷകനാണ്, എൻ്റെ വേലക്കിറങ്ങാൻ കർത്താവ് പറയുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വേലക്കിറങ്ങാം. 20 ലക്ഷം രൂപ കടം തീർത്തുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ പലരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. എനിക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ല. ദൈവം ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങാൻ റെഡിയാണെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. കർത്താവിനോട് പറഞ്ഞു നീ ബൈബിൾ എടുക്കുക. ഞാൻ എടുത്തു. ഇതിനകത്തുനിന്ന് സാമ്പത്തിക അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സകല വചനങ്ങളും ഒരു നോട്ട്ബുക്കിൽ എഴുതി. ഓഫീസിലിരിപ്പുണ്ട്, ആ ബുക്ക് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും. സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ എല്ലാ വചനങ്ങളും ഒരു 10-40 വചനങ്ങൾ ബുക്കിൽ 1, 2 എന്ന് നമ്പറിട്ട് എഴുതി രാവും പകലും പറയാൻ തുടങ്ങി. ഇത് രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതിങ്ങനെ രാവും പകലും പറയാൻ തുടങ്ങിയപ്പം കാണാപ്പാടമായി കുറേ വചനങ്ങൾ. രാജാക്കന്മാർ നിൻ്റെ പോറ്റപ്പന്മാരും രാജ്ഞിമാർ നിൻ്റെ പോറ്റമ്മമാരുമായി തീരും. ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. നീ വാലല്ല തലയാകും. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങി. പിന്നെ കുളിക്കാൻ കയറുമ്പോഴും വണ്ടിയെ പോകുമ്പോഴും ഒക്കെ ഇത് പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയണോ, ഇതങ്ങോട്ട് പറഞ്ഞ് ചാർജായി നിൽക്കുമ്പോൾ അന്ന് വരെ വിളിക്കാത്തവനും വിളിച്ച് തെറി വിളിക്കും. ഹലോ ചിലപ്പോൾ ഒരു 7 ഇരിക്കും. 7 കഴിഞ്ഞ് കഞ്ഞി കുടിക്കാനിരിക്കുമ്പം ചിലരുടെ മുഖം പോലും ഓർമ്മയില്ലെന്ന് വെച്ചാൽ അവർ വിളിക്കാറില്ല. പക്ഷെ അന്ന് വരെ വിളിക്കാത്തവനും അന്ന് വിളിക്കും.
21 ഇരുന്നാൽ അന്ന് വരെ ബഹളം ഉണ്ടാക്കാത്തവനും വിളിച്ച് ബഹളം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്ത് പരിപാടിയാണ്? അവിടെയും ഞാൻ പോരാട്ടമാണെന്ന് പറഞ്ഞില്ല, ബന്ധനമാണെന്ന് പറഞ്ഞില്ല. ഞാൻ കർത്താവിനെ വിളിച്ചത് എന്ത് പരിപാടിയാണ്? പ്രാർത്ഥിച്ചില്ലേ ഒരു സമാനമുണ്ട്. പ്രാർത്ഥന കൂടുമ്പോഴാണ് ഇത് ഇളവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രാർത്ഥന നിർത്തിയാലോ? കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഈ ദൈവം എന്നെ കൈവിടത്തില്ല. തുടരുക, 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 പ്രാർത്ഥനയിൽ തുടരുക. പറയുന്നത് ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് കേട്ടോ. ചിലരോടുള്ള ദൂത പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പക്ഷേ ഞാൻ 21 ഇരുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ എനിക്ക് ദാണ്ട അതും ഇതുമൊക്കെ പ്രശ്നങ്ങൾ. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അവിടെ നീ ഭയപ്പെടരുത്. വീണ്ടും വചനം പറയുക, പ്രാർത്ഥിക്കുക. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീണ്ടും വചനം പറയാൻ തുടങ്ങി. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രോബ്ലം അവിടെ ഇല്ല, ആ പ്രശ്നം അവിടെ ഇല്ല, 20 ലക്ഷത്തിൻ്റെ കടം അവിടെ ഇല്ല. ഹലോ ഹലോ, മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി അതിലും വലിയ രസം, അത് അമേരിക്കയിൽ പോയല്ല തീർത്തത്, UK പോയല്ല തീർത്തത്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ 2016 കടം തീർന്നപ്പം കർത്താവ് പറഞ്ഞു, ഗെറ്റ് റെഡി, പൊയ്ക്കോ. ഹല്ലേലൂയ. രാജ്യങ്ങളിലേക്ക് യാത്ര തുടർന്നു വന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ചിലത് തീരുമാനിച്ചാൽ ചിലത്, കാരണം ദൈവനാമത്തിൻ്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അത് അവന് തന്നെ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തേലും പ്രശ്നം വരുമ്പോൾ ചുമ്മാതിരിക്കരുത്, വചനം ഡിക്ലെയർ ചെയ്യണം, വചനം വിളിച്ചു പറയണം, വചനം. ഹല്ലേലൂയ. വചനം ഇഷ്ടം പോലെ വചനം ന്യൂ ടെസ്റ്റ്മെന്റിൽ കിടക്കുക. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം. ഏതിലൊക്കെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം, ഏതിലാ പൂർണ്ണജയം വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. വചനം ഡിക്ലെയർ ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ തുടരുക. ഹല്ലേലൂയ. ഒരു ബന്ധനവും ഒരു പോരാട്ടവും നിനക്ക് അടിക്കത്തില്ല. അടിച്ചാലും അതിനകത്ത് നീ പുറത്തു വന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഏത് ടെസ്റ്റും, ദൈവം അനുവദിക്കുന്ന ഏത് ടെസ്റ്റും കഴിയുമ്പോൾ ഒരു പ്രൊമോഷനുണ്ട്. 2 പേർ കരം കൊടുത്തോണ്ട്, ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷനുണ്ട്. ദൈവം ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന ഏത് ടെസ്റ്റിനകത്തൂടെ നീ കടന്നു പോയാലും അത് കഴിയുമ്പം നിൻ്റെ കുടുംബത്തിനൊരു പ്രൊമോഷൻ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നിൻ്റെ വീട് തേടി അഡ്രസ്സ് തെറ്റാതെ വന്നിരിക്കും. ആ ദൈവപ്രവൃത്തി നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ പൾസ് കണ്ടോ? ഇനി ഒന്നുകൂടെ വേണേൽ പറയാം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിട്ട് അടുത്ത ദൂതിലേക്ക് എനിക്ക് പോകണം. ഹല്ലേലൂയ. വീണ്ടും ദാവീദ് ഒരു കുരുത്തക്കേടൂടെ കാണിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഊരിയാവിനെ കൊന്നിട്ട് ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. അതിലൊരു തലമുറയുണ്ടായി. ഈ തലമുറ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. ഞാൻ ദൈവത്തിൻ്റെ പൾസാ പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിയും. ഈ കുഞ്ഞു മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ദാവീദ് രട്ടുടുത്ത് വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. പ്രാർത്ഥനയിലിരുന്നപ്പം വചനം പറയുന്നു, ഈ കുഞ്ഞിനെ ദൈവം അങ്ങ് എടുത്തു. സാധാരണ കുഞ്ഞ് മരിച്ചാൽ അപ്പൻ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞിനെ അടക്കാനല്ലേ പോകേണ്ടത്. പക്ഷേ ദാവീദ് എന്തോ ചെയ്തതെന്നറിയാമോ? ദാവീദ് പറഞ്ഞ പദം ഇതാ, എൻ്റെ രാജ്യം നീ എടുത്തോ, എൻ്റെ രാജകൊട്ടാരം നീ എടുത്തോ, എൻ്റെ കുഞ്ഞിനെ നീ എടുത്തോ, പക്ഷെ നിൻ്റെ സന്നിധി എന്നെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ, 51-ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. നിർമ്മലമായൊരു ഹൃദയം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് മുതൽ നീ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. എൻ്റെ രാജ്യം നീ എടുത്തോ, എൻ്റെ കൊട്ടാരം നീ എടുത്തോ, എനിക്ക് വിഷയമല്ല, പക്ഷെ നിന്റെ സന്നിധിന്ന് എന്നെ തള്ളിക്കളയരുത്. പഴയ നിയമത്തിൽ ഒരിടത്തേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്ന പദം. സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും അരുത്. ഇതാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഭക്തൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ മിസ്റ്റേക്കിലേക്ക് പോയാലും സെക്കൻഡുകൾ കൊണ്ട് നീ തിരിഞ്ഞു വരും. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ അസാധാരണമായ നിലയിൽ ദൈവിക നിയോഗങ്ങളെ നിനക്ക് കാണാൻ പറ്റും. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 3, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി. ഈ ദൂതിനകത്ത് അല്പസമയം ഞാൻ നിൽക്കും. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക്. നമുക്കറിയാം, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്നതാണ് ദൈവകൃപ, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസിക്ക്. പക്ഷെ പഴയ നിയമത്തിൽ
അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അവനെ ദൈവം ഏൽപ്പിക്കുന്നത് ഒരു സീസണിൻ്റെ ദൂതല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ദൂതാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് ഇവിടെ പ്രസംഗിക്കുമ്പോഴും ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടുന്ന ചിലത് ദൈവസഭയ്ക്ക് ദൈവം തരുന്ന സീസണാ ദൈവദാസനെ. വിശുദ്ധ ബൈബിളിൽ എവിടെയാണെങ്കിലും എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് അപൂർവം ചിലരോടെ പറഞ്ഞിട്ടുള്ളൂ. അവരെയൊക്കെ ദൈവം ഏൽപ്പിച്ചത് ഒരു സീസണിൻ്റെ ദൂതല്ല. ഒരു സീസണാണെങ്കിൽ നമുക്കറിയാം, മാങ്ങ പിടിക്കുന്ന ഒരു സീസണുണ്ട്, ചക്ക പിടിക്കുന്ന ഒരു സീസണുണ്ട്, 3 മാസം അല്ലേ 6 മാസം അല്ലേ. പക്ഷേ ചില മരങ്ങൾ കണ്ടിട്ടില്ലേ 100-150 വർഷങ്ങൾ നിൽക്കുന്നത്. ചില നാഷണൽ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ, അല്ലെ ചില ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പം ഒരു ചെറിയ ടിൻ ഷീറ്റിനകത്ത് അതിനകത്ത് എഴുതി വെച്ചേക്കും 150 വർഷം, 100 വർഷം. മഴയില്ലാഞ്ഞിട്ടാണോ, വെയിലില്ലാഞ്ഞിട്ടാണോ, കാറ്റില്ലാഞ്ഞിട്ടാണോ? പക്ഷെ 100 വർഷമായിട്ട് അങ്ങനെ നിൽക്കുക. വിശുദ്ധ ബൈബിളിനകത്ത് അപൂർവം ചിലരോടെ ദൈവം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. അവരെയൊക്കെ ദൈവം ഏൽപ്പിച്ചത്, പൗലോസിനോട് ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. ഏൽപ്പിച്ചത് നമുക്കറിയാം, ചരിത്രമാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഈ വചനത്തിൻ്റെ അതേ അധ്യായത്തിൽ കിടപ്പുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. 10 ലക്ഷം പേരെ 30 ലക്ഷം പേരെ നടത്താനുള്ള നിയോഗം അവൻ്റെ മേലാണ് വീണത്. ചെറിയ ദൂതല്ല ഏൽപ്പിക്കുന്നത്. ഒരുത്തൻ്റെ മേൽ ദൈവം കൃപയിട്ടാൽ അവനെ ഏൽപ്പിക്കുന്നത് അസാധാരണമായ ദൂത. ആ ദൂതിലേക്ക് ഞാൻ വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആദാമിനെയും ഹൗവയെയും, നമ്മുടെ കുറിവാക്യം മറക്കരുത്, സാന്നിധ്യമാണ്. ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവർ സന്തോഷകരമായി ജീവിച്ചു വന്നു. എന്നാൽ സാത്താൻ അവരുടെ ഇടയിൽ കയറി അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു. സാന്നിധ്യം, തേജസ് അവർക്ക് നഷ്ടപ്പെടുന്നു. തേജസ് നഷ്ടപ്പെട്ട് അവർ പുറത്തു പോകുന്നു, തോട്ടത്തിന് പുറത്താകുന്നു. പിന്നെ നീണ്ട വർഷങ്ങൾ, 400-ലധികം വർഷങ്ങൾ ഒന്നും കാണാനില്ല, ഒന്നും കേൾക്കാനില്ല, പാപവും മ്ലേച്ഛതയും മാത്രം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, പാപവും മ്ലേച്ഛതയും പ്രതികൂലങ്ങളും പട്ടണങ്ങളിൽ വളരുമ്പോൾ ദൈവം ഇറങ്ങി വരും. ദൈവസഭ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം ഇറങ്ങി വരും. ഒന്നുകിൽ ഒരു സഭയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിക്കും അവിടെ നിന്ന്. എന്നിട്ട് അടുത്ത ഒരു ചരിത്രത്തെ ദൈവം ആരംഭിക്കും. ഹല്ലേലൂയ. അറബ ശകേലിയാന്തുര ലഗനം അടകമനക ലഗനാദിയം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം നോർത്ത് ഇന്ത്യ പോയി മിഷൻ ചെയ്തുകൊണ്ടിരുന്നവരാ. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ലോക്ക്ഡൗൺ മുതൽ ഇങ്ങോട്ട് അവിടെ തന്നെ ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചെറിയ കൂട്ടമല്ല, ഹല്ലേലൂയ, വലിയ വലിയ കൂട്ടമുള്ള, ഹല്ലേലൂയ, സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് വളർന്നു കയറുന്ന നിലയിൽ, ഹല്ലേലൂയ, ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ മ്ലേച്ഛതയും പാപവും ദേശത്ത് നിറഞ്ഞപ്പം 4-ാം അധ്യായം വരെ ഇത് നിറഞ്ഞു നിൽക്കുക. ബാൽവിഗ്രഹങ്ങളെ ആരാധിക്കുവാനും മ്ലേച്ഛതകളിലേക്കും ജനം പോയി. ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയപ്പം ദൈവം തീരുമാനിച്ചു, വീണ്ടും എൻ്റെ ജനത്തെ റിസ്റ്റോർ ചെയ്യണം, തിരിച്ചു പിടിക്കണം. അങ്ങനെ ദൈവം ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങിയ ആ കുടുംബത്തിൻ്റെ പേരാണ് യാരെദിൻ്റെ കുടുംബം. അത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. സിസ്റ്റർ ഒന്ന് വായിച്ച്. ഹല്ലേലൂയ. യാരെദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. 162 വയസ്സായി യാരെദിന്. 162 വയസ്സായപ്പോൾ അവനൊരു മകൻ ജനിക്കുകയാണ്. അവൻ്റെ പേര് ഹാനോക്ക്. ഹല്ലേലൂയ. ഹാനോക്കിൻ്റെ 65-ാമത്തെ വയസ്സിൽ അവനൊരു മകൻ ജനിച്ചു. അവൻ്റെ പേര് മെതൂശലേക്ക്. 65-ാമത്തെ വയസ്സിൽ മെതൂശലേക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, ഹാനോക്ക് അടുത്ത 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. എത്ര വർഷമാ? 300 വർഷം. ഇന്ന് നമുക്കൊന്ന് ട്രൈ ആണെന്ന് തോന്നിയാൽ നീ ഓൺലൈനിലെങ്കിലും കയറി ഒരു മെസ്സേജ് കേൾക്കാം. അല്ലെങ്കിൽ ഇച്ചിരി മൂഡ് ഔട്ട് ആണെന്ന് തോന്നിയാൽ ഒരു വർഷിപ്പ് കേൾക്കണമെന്ന് തോന്നി ഇതെടുത്താൽ മതി, എന്ത് വേണേലും കേൾക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാൻ ചർച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളുണ്ട്. ശരിയാണോ അല്ലയോ? പക്ഷെ ഈ മനുഷ്യന് പാപവും മ്ലേച്ഛതയും നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ 300 വർഷം ദൈവത്തോടു കൂടെ നടക്കുക.
ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഹാനോക്ക് എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്, ദൈവം എവിടെയുണ്ടോ അവിടെ ഹാനോക്കുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ യൗവനക്കാരോടൊക്കെ ഞാൻ പറയാം, ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നിങ്ങളുണ്ടാകണം, നിങ്ങളുള്ളിടത്ത് ദൈവം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടാകണം. സാന്നിധ്യത്തിനകത്തേ നടക്കാവൂ, സാന്നിധ്യത്തിനകത്തേ ജീവിക്കാവൂ. അങ്ങനെ ജീവിച്ചാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നീ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ മാറ്റിവെച്ചോ അതൊക്കെ ഹല്ലേലൂയ 1000 മടങ്ങായി ദൈവം നിന്നെ ദേശത്ത് മാനിക്കാനിടയാകും, ദേശത്ത് നിന്നെ ഓണർ ചെയ്യാനിടയാകും. ഹല്ലേലൂയ. എൻ്റെ 18ാമത്തെ വയസ്സ് ബാംഗ്ലൂരിൽ പോയതാ. ബാംഗ്ലൂരിൻ്റെ ആ മേഖലയിൽ ജീവിച്ചു, മദ്യപിക്കാനും പല കാര്യങ്ങൾക്കും പോയി. എൻ്റെ 29ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിയുന്നത്. മടങ്ങി വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ പലരും, എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന പലരും പറഞ്ഞു, നീ എടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, പക്ഷേ ഇത് മഹാമണ്ടത്തരമാണ്. ഭയങ്കര വീട്ടിൽ നിന്ന് പ്രശ്നം, നാട്ടിൽ നിന്ന് പ്രശ്നം, കൂട്ടുകാരിൽ നിന്ന് പ്രശ്നം. പക്ഷെ ഞാൻ ഉറച്ചു നിന്നു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ പറയുന്ന ഒരു ഭാഷയാണ്, കാരണം എൻ്റെ അവിടെ ബാംഗ്ലൂരിലുണ്ടായിരുന്നതും കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഒക്കെയുള്ള ആൾക്കാർ. അപ്പോൾ അവർ പറയുന്നൊരു ഭാഷയാണ്, നീ പുണ്യാളനായി, അതുകൊണ്ട് നിന്നെ ഇനി ചില്ലുകൂട് പണിഞ്ഞ് ചില്ലുകൂടിനകത്ത് വെക്കണം. കാരണം ഞാൻ മദ്യപിക്കാൻ ചെല്ലത്തില്ല, മറ്റൊന്നിനും ചെല്ലത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഷാജി പുണ്യാളനായി, അതുകൊണ്ട് അവനെ ചില്ലുകൂട് പണിഞ്ഞ് നമുക്ക് ചില്ലുകൂടിനകത്ത് വെക്കണം. ഹല്ലേലൂയ. കാലം കുറേ കഴിഞ്ഞു. ഹല്ലേലൂയ. പല രാജ്യങ്ങളിൽ നിൽക്കുന്ന ഫോട്ടോ കാണുമ്പം ഹല്ലേലൂയ അവരെന്നെ വിളിച്ചു ചോദിച്ചു, ഷാജിയെ കച്ചവടമൊക്കെ പൊട്ടിയല്ലോ, പക്ഷെ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? ഓരോ ആഴ്ച ഓരോ രാജ്യത്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഒപ്പിച്ചതല്ല, തമ്പുരാൻ്റെ അഭിഷേകത്താൽ സംഭവിച്ചതാ. ഇത് ഒപ്പീര് പണിയല്ല, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നടക്കുന്നതാ. ഹല്ലേലൂയ. സാന്നിധ്യത്തിനകത്തൊരുവൻ കയറിയാൽ അവനെ എവിടം വരെ കൊണ്ട് ചെല്ലെത്തിക്കുമെന്ന് എൻ്റെ ഭാഷ ഒരു പ്രവാചകനും പ്രവചിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. പ്രവാചകന് ദൈവം കൊടുക്കുന്നതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ റെഡിയുള്ളവരതോ ദൂതം ഏറ്റെടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തൻ സാന്നിധ്യം ചുമക്കാൻ തുടങ്ങിയാൽ, സാന്നിധ്യത്തിനകത്ത് കയറി നിന്നാൽ നിന്നെ ഏതറ്റം വരെ കൊണ്ടുപോകുമെന്ന് ഹല്ലേലൂയ നിന്റെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഹല്ലേലൂയ പറയാൻ കഴിയാത്ത മേഖലയിൽ നിങ്ങളെ കൊണ്ടു നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. 300 വർഷം സാന്നിധ്യത്തിനകത്ത് ഈ മനുഷ്യൻ നടന്നു. ഇനി ഈ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ ഈ കുടുംബത്തിലുള്ളവരെല്ലാം മെഥൂശലേക്ക് ഏറ്റവും കൂടുതൽ ദീർഘായുസ്സുണ്ടായിരുന്ന മനുഷ്യനാണ്. ഇനി മെഥൂശലേക്കിനൊരു മകൻ ജനിച്ചു, അവൻ്റെ പേര് ലാമക്ക്. 3 ജനറേഷൻ. യാരത് 4, ഹാനോക്ക്, മെഥൂശലേക്ക്, 4ാമത്തെ ജനറേഷൻ ലാമക്ക്. ഇനി ഈ വാക്യം ഒന്ന് വായിക്കണം സിസ്റ്റർ. ലാമക്കിനൊരു മകൻ ജനിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിച്ചു. പേര് വായിക്കേണ്ട, മകൻ ജനിച്ചു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം നിങ്ങളെ. അപ്പം ലാമക്കിനൊരു മകൻ ജനിച്ചപ്പം ലാമക്കിൻ്റെ കുടുംബക്കാരെല്ലാം വന്നു. അന്നും ഇന്നും അങ്ങനെയാണല്ലോ, കൊച്ചിൻ്റെ പേരിടുമ്പം ആൾക്കാരെല്ലാം വരും, കുടുംബക്കാരെല്ലാം വന്നു, അടുത്ത ബന്ധുക്കളെല്ലാം വന്നു. ലാമക്ക് മോനെ കയ്യിലെടുത്തു. കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കുക, ഈ മോൻ എന്തുവാ പേരിടുന്നതെന്ന് കാണാൻ വേണ്ടി. ലാമക്ക് പേരിടുന്നതിന് മുമ്പ് ഈ മോനെ നോക്കി പ്രവചിക്കുക. മോന് പേരിടുന്നതിന് മുമ്പ് ഈ മോനെ നോക്കി പ്രവചിക്കുന്ന പ്രവചനം എന്തുവാണെന്നറിയാമോ? ദൈവം ശപിച്ച ഭൂമിയിൽ യവനെ വെച്ച് ഞാൻ സകലതും തിരിച്ചു പിടിക്കും. ഒന്ന് വായിച്ചോ സിസ്റ്ററെ. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. മതി. ഹല്ലേലൂയ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ദൂത് ഇങ്ങനെയാണ്: ദൈവം ശപിച്ച ഭൂമിയിൽ. ഒരു പ്രവാചകൻ ശപിച്ചതല്ല, യെശയ്യാവ് ശപിച്ചതല്ല, ജെരമ്യാവ് ശപിച്ചതല്ല, നെഹമ്യാവ് ശപിച്ചതല്ല, ഒരു പ്രവാചകൻ ശപിച്ചിട്ടേക്കുന്നതല്ല. ഹല്ലേലൂയ. സാക്ഷാൽ സർവശക്തനായ ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ഭൂമിയെ നോക്കി ഒരപ്പൻ പ്രവചിക്കുകയാണ്: യവനെ വെച്ച് ഞാൻ സകലതും തിരിച്ചു പിടിക്കും.
ദൈവം ശപിച്ച ഭൂമിയെ ഞാൻ ഏവനെ വെച്ച് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ് അവനൊരു പേരിട്ടു. അവൻ്റെ പേര് നോഹ. അഞ്ചാമത്തെ ജനറേഷൻ. യാരത്? ഹാനോക്ക്, മെതൂശലേക്ക്, ലാമക്ക്, നോഹ. നോക്കിയേ, 5 ജനറേഷൻ. ഇതിനകത്തെ രണ്ടാമത്തെ ജനറേഷനാണ് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മാവിലൊരു ദൂത് പറയാം. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറകളെ ദൈവം ഓർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, ആരാധനാലയത്തിനകത്ത് വന്നു നിന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിനക്കൊരു ദൂത് കൈമാറാം. നിന്റെ തലമുറയെ മാത്രമല്ല, നിന്റെ ജനറേഷനുകളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജനറേഷനുകളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറകളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അവനൊന്നും മറക്കത്തില്ല കേട്ടോ. അവനൊന്നും മറക്കത്തില്ല. ഒരു കുടുംബത്തെ, ഹല്ലേലൂയ, ഒരു ജനറേഷനെ, ഒരു കാലഘട്ടത്തെ, അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് വേണ്ട സകലതും തിരിച്ചു പിടിക്കാൻ ദൈവം ഒരു കുടുംബത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ കുടുംബത്തിൻ്റെ പേര് യാരെതിൻ്റെ കുടുംബം. അവിടെ അവൻ്റെ മകനെ 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടത്തി. 4ാമത്തെ തലമുറ വന്നപ്പോ അവനെ കൊണ്ട് സ്വർഗം പ്രവചിപ്പിച്ചു. ലാമക്കെ, നീ പ്രവചനം കേട്ടിട്ടുണ്ടോ? ലാമക്കെ, നിന്നോട് ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? ലാമക്ക് പറയില്ല. പിന്നെ നിനക്ക് എങ്ങനെ കിട്ടി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ലാമക്ക് പറയും, ഞാൻ ഹാനോക്കിൻ്റെ കൊച്ചുമോനാ. 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരു അപ്പൻ്റെ കൊച്ചുമോനാ. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൂത് പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. 1-2 ലോകം സകലരും ലോകത്തിൻ്റെ പുറകെ പോയപ്പോൾ, ഹല്ലേലൂയ, മ്ലേച്ഛതയുടെ പുറകെ പോയപ്പോൾ, പാപത്തിൻ്റെ പുറകെ പോയപ്പോൾ തന്നെ സൂക്ഷിച്ച് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരു വല്യപ്പൻ എനിക്കുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഇല്ലാഞ്ഞിട്ടല്ല വന്നിരുന്നത്. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും ഇതിനകത്ത് നിങ്ങൾ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവന്ന്, നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തെ ദൈവം തൊടുവന്ന്, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളെ തരുവന്ന്. ദൈവസന്നിധിയിൽ ഇരുന്നതൊന്നും വൃഥാവാകത്തില്ല. ഹല്ലേലൂയ. അപ്പൻ്റെ പാദത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ ചിലത് കണ്ടിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവസന്നിധിയിൽ ആരിരുന്നിട്ടുണ്ടോ എഴുന്നേറ്റതെല്ലാം ഒരു സമൃദ്ധിയോടാണ്, ഒരനുഗ്രഹത്തോടാ. ഹല്ലേലൂയ. ഇന്ന് പകലും എക്സോഡസിനകത്തിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ 21 കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് ഒരനുഗ്രഹത്തോടെയായിരിക്കും, ഒരു സമൃദ്ധിയോടെയായിരിക്കും, ഒരു പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടായിരിക്കും. പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടായിരിക്കും. ചില പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ സീസണിൽ സഭ കാണുമെന്ന് എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. എന്നോട് പ്രവചിക്കാൻ പറയുന്നു. അടക മനക ലഗന ഹതുര ലഗന. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയം ജയം ജയം. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണെങ്കിൽ ആത്മാവി ദൂത് പറയാം. ലാമക്ക് പറയും, ഞാൻ ഹാനോക്കിൻ്റെ കൊച്ചുമോനാ. അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവി നിങ്ങളോട് പ്രവചിച്ചു പറയാം. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, നിനക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറയരുത്. കാരണം ഇതെന്ത് പറ്റുന്നതെന്നറിയാമോ? നിങ്ങൾ ഭയങ്കര ഇപ്പോൾ ഇന്ന് ഷാജി പാസ്റ്റ പ്രസംഗിക്കുന്നു. ഷാജി പാസ്റ്റ ദൂതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് വീട്ടിലോട്ട് ചെല്ലുക. അന്ന് വൈകിട്ടായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ഇളവിക്കുന്നത്. ഹലോ, അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അടുക്കളയിൽ, അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ ഗുണം പിടിക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. ഹലോ ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവിടെയും പറയണം, നീ പ്രയോജനപ്പെടും. അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും, അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ രീതികൾ മാറും. ഹല്ലേലൂയ, അവനിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പറയാൻ റെഡിയാണെങ്കിൽ വലിയ ദൈവപ്രവർത്തികളെ കാണും. ഹല്ലേലൂയ. ലാമക്ക് മോനെ നോക്കി പ്രവചിച്ചെന്ന് നിന്റെ തലമുറയെ നോക്കി നീ അനുഗ്രഹം പറ. നീ വിശ്വാസത്താൽ ചിലത് വിളിച്ചു പറ. എത്ര പ്രതികൂലം ആഞ്ഞടിച്ചാലും പറയണം,
ഇതധിക നാളില്ല, ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഞാൻ കണ്ടിരിക്കും, ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഞാൻ കണ്ടിരിക്കും. എത്ര പേരത് പറയാൻ റെഡിയാകും? ഏതൊക്കെ വലിയ പ്രതികൂലങ്ങൾ അടിച്ചാലും. എൻ്റെ ദൈവമക്കളെ, 2 ഓപ്ഷനേ എൻ്റെ മുമ്പിലുള്ളായിരുന്നു. ഞാൻ ഈ 20 ലക്ഷം രൂപ കടമെന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് കൊണ്ട് സാക്ഷ്യം പറഞ്ഞ് തീർന്നു. എല്ലാം റെഡ്ഡീസിൻ്റെ കയ്യിൽ നിന്നാണ്, പല റെഡ്ഡീസിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. 2 ലക്ഷം 3 ലക്ഷം ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. എല്ലാം റെഡ്ഡീസാണ്, ഇൻട്രസ്റ്റിനാണ്. നമുക്കറിയാം, ഇൻട്രസ്റ്റ് തെറ്റിയാൽ അവർ പറയും എമൗണ്ട് ക്ലോസ് ചെയ്യാൻ പറയും. ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നങ്ങൾ. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നീ ബാംഗ്ലൂർ വിട്ട് ഓടിപ്പോണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. പക്ഷേ ഇത് രണ്ടും ചെയ്താൽ ദൈവനാമം ദുഷിക്കപ്പെടും. പക്ഷേ നിന്ന് വചനം പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ, പോസിറ്റീവായി പറയാൻ തുടങ്ങി, സകലതും പ്രശ്നം തിരമാലകൾ അടിച്ചു കയറുമ്പോഴും ഇല്ല, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം വിടിവിക്കും, ദൈവം നടത്തും, ദൈവം കരങ്ങളിൽ എടുക്കും എന്ന് പറഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രോബ്ലം അവിടെ ഇല്ല, ആ വിഷയം അവിടെ ഇല്ല. ഇന്നും നിങ്ങൾ ഏത് വിഷയമായാലും, അത് തലമുറകളുടെ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്ത് വിഷയമാണെങ്കിലും ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നം ഹല്ലേലൂയ തലമുറകൾ വീടിനകത്തുണ്ടാക്കിയാലും പറയണം, ഇവൻ റെഡിയാകും, ഇവൻ റെഡിയാകും, ഇവൻ റെഡിയാകും, ഇവൻ റെഡിയാകും, ഇവനെ ദൈവം ഉപയോഗിക്കും. എന്നിട്ട് നിങ്ങൾ സ്വപ്നം കാണണം, നിങ്ങൾ ഭാവന കാണണം. ഹല്ലേലൂയ പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ അവൻ ഹല്ലേലൂയ മറ്റ് കൂട്ടുകെട്ടുകൾ വിട്ട് വരുന്നത്. നിങ്ങൾ സ്വപ്നം കാണണം, ഭാവന കാണണം. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നോ, നിങ്ങൾ എന്ത് ഭാവന കാണുന്നോ, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. ലാമക്ക് തലമുറയെ നോക്കി പ്രവചിച്ചു. ഹല്ലേലൂയ. പ്രവചനം ഇതാണ്, ഹല്ലേലൂയ, യവനെ വെച്ച് ഞാൻ സകലതും തിരിച്ചു പിടിക്കും. ആ പ്രവചനം ഒരു അസാധാരണ പ്രവചനമാണ് ദൈവമക്കളെ. അപ്പൻ മോനെ നോക്കി പ്രവചിക്കുക, യവനെ വെച്ച് ഞാൻ സകലതും തിരിച്ചു പിടിക്കും. ദൈവം ശപിച്ച ഭൂമിയിൽ യവനെ വെച്ച് ഞാൻ സകലതും തിരിച്ചു പിടിക്കും. ഉൽപ്പത്തി 6:8 അപ്പൻ മോനെ നോക്കി പ്രവചിക്കുന്നു. മോനെ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ. ശ്രദ്ധിച്ചേ, അപ്പൻ മോനെ നോക്കി പ്രവചിക്കുകയാണ്, നിന്നെ വെച്ച് ഞാൻ തിരിച്ചു പിടിക്കും. മോൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതിയടാ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി. ദാ നിന്നെ ഞാനൊരു നിയോഗം ഏൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞാൽ ദൈവം 3 കാര്യം വീണ്ടും പ്രൊവൈഡ് ചെയ്യും. 1, ഒരു സൂപ്പർ നാച്ചുറൽ പ്രോമിസ്. 2, ഒരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്. 3, ഒരു സൂപ്പർ നാച്ചുറൽ കൺഫെഷൻ. ഒരു അസാധാരണമായ പ്രോമിസ് അവന് കൊടുക്കും. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അത് വിശ്വസിപ്പിക്കാൻ ഒരകത്ത് അവന് വിശ്വസിക്കത്തക്കവണ്ണം ഒരു ഫെയ്ത്ത് അവൻ്റെ അകത്തിടും. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ കൺഫസ് ചെയ്യിക്കും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തുവാ പ്രോമിസ് എന്ന് ഞാൻ പറയാം. നോഹേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ഡിസൈൻ ഞാൻ തരും. യാദൃശ്ചികമായി ഈ ദൂതെടുക്കുമ്പം ഇന്ന് ഹല്ലേലൂയ 17-ാം തീയതിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം മാസം 17-ാം തീയതി നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ചിലതിനെ ഉറപ്പിക്കും. ആ ദൂത് അവസാനം പറയേണ്ട ദൂത കർത്താവിനോട് ആദ്യം പറയാൻ പറയും. ചിലതിനെ ഉറപ്പിക്കും കേട്ടോ, ചിലതിനെ ഉറപ്പിക്കും കേട്ടോ, ചിലതിനെ ഉറപ്പിക്കും. ഇന്ന് 17-ാം തീയതിയാ. ഈ ഹല്ലേലൂയ 7-ാം മാസം 17-ാം തീയതി നോഹയുടെ പെട്ടകം അരാരത്തിൽ ഉറച്ചതുപോലെ ചിലതിനെ ഉറപ്പിക്കും. ദൈവം ഉറപ്പിക്കും. ഹല്ലേലൂയ. തകർന്നടിഞ്ഞെന്ന് പറയുന്ന ചിലതിന് വേണ്ടി ചില അരാരത്തുകൾ ഒരുങ്ങി വരുന്നെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. കരമടിച്ച് ശബ്ദമുയർത്തി, കരമടിച്ച് ഈ ദൂത് ഞാൻ ഡിക്ലെയർ ചെയ്യുക. ഇത് 7-ാം മാസം, ഇന്ന് 17-ാം തീയതി. ഹല്ലേലൂയ. ചിലതിനെ അരാരത്ത തീർന്നെന്ന് പറയുന്ന ചിലതിന് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയിൽ അരാരത്തുകൾ വെളിപ്പെട്ടു വരട്ടെ. കരമടിച്ച് ശബ്ദമുയർത്തി, അരാരത്ത്, അരാരത്ത്, അരാരത്ത്. ഉറപ്പിക്കുന്ന ദൈവ പദ്ധതികൾ, ഉറപ്പിക്കുന്ന നിയോഗങ്ങൾ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ 7-ാം മാസം 17-ാം തീയതി നോഹയുടെ പെട്ടകം അരാരത്തിൽ ഉറച്ചു. റാഖ ലവന റബ 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 ലഗന ഹദുര ലഗന ജുഡമാന റൈഡ പ്രൗഢം ജുഡമനാദിയം ദുരലഗതം ജുഡമനാദിയം.
ആ വാക്യം ഒന്ന് കാണിച്ചോ, ഞാൻ അതിലേക്ക് വരും. ഹല്ലേലൂയ. അതൊന്ന് പ്രൊഫറ്റിക്കലി ഒന്ന് അതിനകത്തൊന്ന് എഴുതി കാണിച്ചാൽ നല്ലതായിരിക്കും. 8:4 ഉൽപ്പത്തി 8 7-ാം മാസം. ഇത് 7-ാം മാസം, ഇന്ന് 17-ാം തീയതിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകം. ഇതൊരു പ്രൊഫറ്റിക്കലായിട്ട് കിടക്കട്ടെ. 7-ാം മാസം, ഇന്ന് 7-ാം മാസമാണ്. 17-ാം തീയതിയായിന്ന്. 17-ാം തീയതിയായിന്ന് പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഈ ദൂത് ചില കുടുംബങ്ങളോട് ഞാൻ പ്രവചിക്കുക. ഈ ദൂത് കർത്താവിൻ്റെ ദാസനെ എന്നോട് കർത്താവ് പറയുന്നു, ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഒരു ലാൻഡ് ഉറപ്പിച്ചു കിട്ടുന്ന ദിവസമായത്. വരും നാളുകളിൽ അവിടെ വലിയ മനോഹരമായൊരു ചർച്ച് പണിയും, അവിടെ നിങ്ങൾ ഉറയ്ക്കും. ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിച്ചു. അക്ഷരീക മണ്ഡലത്തിൽ വരും നാളുകളിൽ നിങ്ങളത് കാണൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. ഞാൻ ഇച്ചിരി സമയം പോയോ, കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ഈ ദൂത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതിന് മുമ്പ് 1-2 കാര്യം നിങ്ങളോട് പറയണം. ഹല്ലേലൂയ. ലോക്ക്ഡൗണിൽ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞ 1-2 ദൂതുണ്ട്, ഞാൻ പറയാം. ഹല്ലേലൂയ. 1, സഭ പട്ടണങ്ങളിൽ വാഴണം. നമ്മളെ വിളിച്ചത് വലയാനല്ല, വാഴാനാ. വലയാനല്ല, വാഴാനാ. നീ കൃമിയും പുഴുവും അട്ടയൊന്നും അല്ല. നീ രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. നീ വാഴണം. നീ വാഴണം, 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 വാഴണം. റോമർ 5:17 കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം ജീവനിൽ അധികമായി വാഴും. നീ എന്തിലൊക്കെ വാഴണം? നിൻ്റെ ആരോഗ്യത്തിൽ നീ വാഴണം. നിൻ്റെ കുടുംബജീവിതത്തിൽ നീ വാഴണം. നിൻ്റെ തലമുറകളുടെ മേൽ നീ വാഴണം. ഹല്ലേലൂയ. നിൻ്റെ സമ്പത്തിൻ്റെ മേൽ നീ വാഴണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിൻ്റെ എല്ലാ മേഖലയ്ക്കകത്ത് നീ വാഴണം. നിന്നെ വലയാനല്ല ദൈവം വിളിച്ചത്, വാഴാനാ. അതോ വലയാനല്ല വിളിച്ചത്, വാഴാനാ. 2 പേർ കരം കൊടുത്ത് പറഞ്ഞ് വലയാനല്ല വിളിച്ച, വാഴാനാ. ഒന്നിനകത്തും വലയരുത്. വാഴാനാ വിളിച്ചത്, വാഴാനാ വിളിച്ചത്. വലയാനല്ല വിളിച്ചത്, വാഴാനാ വിളിച്ചത്. എല്ലാത്തിനകത്തും വാഴണം. ചിലർ പറയാറുണ്ട്, ദൈവം എനിക്കൊരു ബിസിനസ് തന്ന് അനുഗ്രഹിച്ചു. നല്ല കാര്യം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാതെ അനുഗ്രഹമല്ല, അനുഗ്രഹത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. എൻ്റെ കുഞ്ഞിന് വിദേശത്തേക്ക് വഴി തുറന്ന് പാസ്റ്റർ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. നല്ല കാര്യം, അതൊരു പാർട്ട് മാത്രമാണ്. യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, നീ സകലത്തിൻ്റെ മേലും വാഴണം. നിൻ്റെ ആരോഗ്യത്തിൽ നീ വാഴണം. നിൻ്റെ കുടുംബജീവിതത്തിൽ വാഴണം. നിൻ്റെ തലമുറയുടെ മേൽ നീ വാഴണം. ഹല്ലേലൂയ. നിൻ്റെ സമ്പത്തിൻ്റെ മേൽ വാഴണം. നിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ. എറണാകുളം പട്ടണത്തിൽ നിനക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നീ ടോപ്പായിരിക്കണം. നീ ആ ബിസിനസ്സിൽ വാഴണം. സഭ ദേശത്തുണ്ട്, സഭ ദേശത്ത് വാഴണം. സഭ വാഴണം, സഭ വാഴണം. ഹല്ലേലൂയ. എനിക്ക് കോടികളുടെ സമ്പത്തുണ്ട്, 3 മക്കളുണ്ട്. ഒരെണ്ണം തലതിരിഞ്ഞു പോയ സമാധാനം പോയോ? 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 നിന്റെ തലമുറകളുടെ മേൽ നീ വാഴണം. അതിന് നീ പ്രാർത്ഥിക്കണം. 10 വയസ്സ് 15 വയസ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും. അവൻ്റെ കല്യാണം കഴിഞ്ഞ്, അല്ലെങ്കിൽ അവൻ്റെ 30-ാമത്തെ വയസ്സിലും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അടുക്കൽ വന്ന്, ഡാഡി അല്ലെ പപ്പ, ഞാൻ ഇന്ന കാര്യം ചെയ്തോട്ടെ, പപ്പയുടെ അഭിപ്രായം എന്തുവാ, അല്ലെ മമ്മിയുടെ അഭിപ്രായം എന്തുവാ, അല്ലെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എന്തെങ്കിലും ആലോചനയുണ്ടെ പറയണമേ എന്ന് ഒരു മോൻ അപ്പനോടോ അമ്മയോടോ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറയും, ആ തലമുറയുടെ മേൽ ആ മാതാപിതാക്കൾ വാഴുകയാ, വാഴുകയാ, വാഴുകയാ. അല്ലെങ്കിൽ ഒരു മേജർ പ്രോബ്ലം വരുമ്പോൾ, അമ്മേ പപ്പ പ്രാർത്ഥിക്കണമെന്ന് 30-35 വയസ്സുള്ള ഒരു മോൻ വന്ന് പറയുന്നെങ്കിൽ, ആ തലമുറയുടെ മേൽ നീ വാഴുകയാ. ആ നിൻ്റെ തലമുറകളുടെ മേൽ നീ വാഴണം. ഞാനൊരു പ്രവാചകനായിട്ട് പലരും വിളിക്കാറുണ്ട്. പല അമ്മമാരും എന്നോട് പറയുന്ന ഒരു പദം ഇതാ, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇല്ല, നിൻ്റെ തലമുറയുടെ മേൽ നീ വാഴണം. അവൻ്റെ കൂട്ടുകാർ പറയുന്നതല്ല കേൾക്കേണ്ടത്, നാട്ടുകാർ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിൻ്റെ തലമുറയുടെ മേൽ നീ വാഴണം. അത് നിൻ്റെ അവകാശമാ, അത് നിൻ്റെ അവകാശമാ. നിൻ്റെ തലമുറയുടെ മേൽ നീ വാഴണം. അവൻ ചിലപ്പോൾ 15, 16, 17 വയസ്സിൽ റിബലായി നിന്നെന്ന് വരാം. പക്ഷെ നീ മുട്ടുമടക്കണം, നീ പ്രാർത്ഥിക്കണം. ഇവനെ എനിക്ക് തിരിച്ചു തന്നേ നോക്കൂ. ഹല്ലേലൂയ. ഇവനൊരു ദൈവ പൈതലാ. നീ നിന്റെ പ്രെയർ റൂമിൽ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്താൽ അത് സംഭവിക്കും. ഡിക്ലെയർ ചെയ്താൽ അത് സംഭവിക്കും. ഡിക്ലെയർ ചെയ്താൽ അത് സംഭവിക്കും. സകലത്തിൻ്റെ മേലും വാഴണം. ഒരു സഭ പട്ടണത്തിലുണ്ടെങ്കിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ആ സഭ പട്ടണത്തിൽ വാഴണം.
ഇവിടുത്തെ കൗൺസിലർ അല്ല, പഞ്ചായത്ത് മെമ്പർ അല്ല, MLA അല്ല. അവർ വന്ന് ഇങ്ങോട്ട് ചോദിക്കണം. ഹല്ലേലൂയ, ഗൈഡൻസ്. ആ നിലയിൽ സഭ വളരണം. ഓ, നിങ്ങളാമേൻ പറയുന്നില്ല. ആമേൻ, 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 ആമേൻ. ഈ സഭ നിൽക്കുന്നത് ടൗണിലായതിനായി സ്തോത്രം. ലോക്ക്ഡൗണിൽ കർത്താവിനോട് പറഞ്ഞു, സഭ ദേശങ്ങളിൽ വാഴണം. ഓർത്തഡോക്സ് ചർച്ചും മർത്തോമ ചർച്ചും CSI ചർച്ചും RC ചർച്ചും എല്ലാം മെയിൻ റോഡുകളിലും MG റോഡുകളിലുമാണ്. ബെന്തിക്കോസുകാരൻ്റെ ചർച്ച് മാത്രം മലയുടെ മണ്ടയ്ക്കും വഴിയില്ലാത്തടത്ത് 4 കമ്പേ കുത്തി വെച്ചിരിക്കുക. ഹലോ ഹലോ, സഭ ദേശത്ത് വാഴണം. സഭ എന്താ നമ്മൾ പറയും, ഇച്ചിരി അകത്തോട്ട് എവിടെയെങ്കിലും സ്ഥലം തരണേ കർത്താവേ. ഇല്ല, നീ ടൗണിൽ നിന്നാ ടൗണിൽ ചർച്ച സ്ഥാപിച്ചാൽ എന്താ കുഴപ്പം? പട്ടണത്തിൻ്റെ നടുക്ക് നിൽക്കണം. ഹല്ലേലൂയ, പട്ടണത്തിൻ്റെ നടുക്ക് രാജകീയ പ്രൗഢിയോട് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ സഭകൾ നിൽക്കണം. അങ്ങനെ ചിലത് ഈ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന സീസണ. സഭ പ്രാർത്ഥിച്ചാൽ അതുപോലെ ദൈവം ചെയ്യും. അപ്പോൾ കുറേ വിശ്വാസികൾ, ഓ പാസ്റ്ററിന് വല്ലാത്ത ഊതിയ പട്ടണത്തിൽ തന്നെ വേണമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പം എന്താ? പാസ്റ്റർ എടുക്കുന്ന ഒരു സഭയ്ക്ക് പാസ്റ്ററെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന മിഷനോടും ദൈവസഭ ചേർന്ന് നിന്നാൽ ഹല്ലേലൂയ, ആ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സഭയ്ക്ക് പ്രോപ്പർട്ടി ഉണ്ടായാൽ എറണാകുളം പട്ടണത്തിൽ നീ വാടകയ്ക്ക് താമസിക്കേണ്ടി വരത്തില്ല. കാരണം സഭ ബ്ലെസ്ഡ് ആയാൽ നീയും ബ്ലെസ്ഡ് ആകും. ഈ സഭയിൽ എന്ത് ദൈവം ഇട്ടാലും ഹല്ലേലൂയ, അത് ദൈവദാസനിലേക്കും ലീഡർഷിപ്പിലേക്കും അവിടെ നിന്ന് ദൈവജനത്തിലേക്കുമാണ് ഒഴുകുന്നത്. ഇനി ഇദ്ദേഹം പിടിച്ചു വെക്കാമെന്ന് വെച്ചാലും അത് പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. അത് ദൈവിക സിസ്റ്റമാണ്, കിങ്ഡം പ്രിൻസിപ്പളാണ്. അത് അതുപോലെ സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് സകലത്തിനകത്തും വാഴണം. നിന്റെ തലമുറയെ നോക്കി വലുതേ പറയാവൂ, വലിയ കാര്യങ്ങളെ നിന്റെ തലമുറകളെ നോക്കി പറയാവൂ. 2 കർത്താവിനോട് പറഞ്ഞ ഒരു പദമാണ് നമ്മുടെ ബെന്തിക്കോസ് ഭൂഗോളത്തിൽ കൂടുതലും കണ്ടുവരുന്നത്. മക്കളെ ഡോക്ടറാക്കണം, അല്ലെ എൻജിനീയർ ആക്കണം. നല്ല കാര്യം, തെറ്റൊന്നുമല്ല. ഇതിനകത്തും ഡോക്ടേഴ്സ് കാണും, ഒരു തെറ്റുമില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ പോകുന്ന സഭകളിൽ അതൊന്ന് മാറ്റിപ്പിടിക്കാൻ പറയണം. അതെൻ്റെ ഭാഷയിലങ്ങ് പറഞ്ഞു തന്നേ. ഹല്ലേലൂയ. ഇപ്പോൾ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ തലമുറകൾ രാജ്യങ്ങളുടെ കീ പോസ്റ്റുകളിൽ കയറിയിരിക്കണം. 1, അവർ ദൈവരാജ്യത്തിനകത്തുണ്ടായിരിക്കണം. 2, രാജ്യങ്ങളുടെ കീ പോസ്റ്റുകളിൽ നമ്മുടെ തലമുറകൾ കയറിയിരിക്കണം. എത്ര പേര് ആമേൻ പറയും? എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ കേട്ട ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഒരാൾ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വന്ന വല്ല കുഴപ്പമുണ്ടോ പാസ്റ്റേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വന്ന വല്ല കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട 2 കാര്യം: 1, ദൈവരാജ്യത്തിനകത്തുണ്ടാകണം. 2, അവർ രാജ്യങ്ങളുടെ കീ പോസ്റ്റിൽ കയറിയിരിക്കണം. എത്രയോ പേരെ എനിക്കറിയാം ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഇതുപോലുള്ള കീ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരെ എനിക്കറിയാം. 1, അവർ ദൈവരാജ്യത്തിനകത്ത് കാണണമെന്ന് പ്രാർത്ഥിക്കണം. 2, അവർ ഇതുപോലെ പ്രയോജനപ്പെടണേ, ഇതുപോലെ എൻ്റെ തലമുറയെ രാജ്യത്തിൻ്റെ കീ പോസ്റ്റിൽ കൊണ്ടിരുത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നോക്കട്ടെ, ഞാൻ 5ഓ 6ഓ വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങളൊരു 15ഓ 20ഓ വയസ്സ് വരെ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കത്തില്ലേ? 15 വർഷത്തെ പ്രാർത്ഥന വൃഥാവാകുമോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്കിത് പറ്റത്തില്ലെന്നും പറഞ്ഞ് അവനെ നിരാശപ്പെടുത്താതെ, ഇല്ലടാ നമുക്കിടെ കൂടെ ദൈവമുണ്ട്, ദൈവം ചെയ്യും മോനെ, നീ എഴുതടാ ഹാലിൽ എക്സാം എന്ന് പറഞ്ഞവൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ദൈവം അത് ചെയ്യും. വാഴണം, സകലത്തിൻ്റെ മേലും വാഴണം. ഹല്ലേലൂയ. വലയാനല്ല നമ്മളെ വിളിച്ചത്, നമ്മളെ വാഴുവാനാ. ഹല്ലേലൂയ. സ്പിരിച്വലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി സമസ്ത മേഖലകളിലും നമ്മൾ വാഴണം. ഇത് പക്ഷേ ഒരു ദിവസം നടുവേദനയാണെങ്കിൽ ഒരു ദിവസം കാലുവേദനയാണ്, ഒരു ദിവസം കാലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുട്ടുവേദനയാണ്, അടുത്ത ആഴ്ച വേറെ പ്രശ്നമാണ്. എന്നും പ്രോബ്ലം? നോ, ഇല്ല.
ഞാൻ പറഞ്ഞല്ലോ പ്രശ്നമില്ലെന്നല്ല, പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ കയറി നീ വാഴണം. നിന്നെ വാഴാനാ വിളിച്ചത്. ഉൽപ്പത്തി 1:28 പറയുന്നു, അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. അത് പറഞ്ഞപ്പോൾ ഒരു വാക്യം പറയാൻ മറന്നുപോയി, പെരുകി. ഈ ദൈവം എന്തേലും പറഞ്ഞാലേ ചുമ്മാതെ പറയത്തില്ല കേട്ടോ. ദൈവം പെരുകാൻ പറഞ്ഞു, ആരും പെരുകിയില്ല. ദൈവം പറഞ്ഞത് കേട്ടില്ല, ഗവൺമെൻറ് പറഞ്ഞതേ കേട്ടുള്ളൂ. നാം 2 നമുക്ക് 2. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാം 2 നമുക്കൊന്നായി. അതുകൊണ്ട് പറയത്തില്ല, വളരണ്ട. പെരുകി നിറഞ്ഞ് അടക്കി അതിൻ്റെ മുകളിൽ കയറി വാഴാനാ നിന്നെ എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. സകലത്തിൻ്റെ മേലും, സകലത്തിന് നിനക്കൊരു ബിസിനസ് ഉണ്ടായാൽ ആ ബിസിനസ്സിനകത്ത് നീ വാഴണം. നീ അതിൻ്റെ മുകളിൽ കയറി നിന്ന് വാഴണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ കരം കൊടുത്ത് പറ, വലയാനല്ല വിളിച്ചത്, വാഴാനാ. എന്തിനകത്തായാലും നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ വലയത്തില്ല, നിങ്ങൾ വാഴും, നിങ്ങൾ വാഴും, നിങ്ങൾ വാഴും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ നിങ്ങൾ വാഴും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലാവരും ഇട്ട് നിങ്ങളെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടാനല്ല, നിങ്ങൾ അവിടെ ചെന്ന് അന്യഭാഷ പറഞ്ഞ് ഞാൻ വാഴും എൻ്റെ ഓഫീസിനകത്ത്. നിങ്ങളുടെ മുകളിൽ മാനേജർമാരുണ്ടായിരിക്കും, ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും, പക്ഷേ നീ അന്യഭാഷയെ പ്രാർത്ഥിച്ചാൽ നീ വാഴും, നീ വാഴും, നീ വാഴും. നിൻ്റെ ഓഫീസിനകത്ത് നീ വാഴും. നിന്നെ ഫുട്ബോൾ തട്ടുന്നോലിട്ട് തട്ടാൻ ആർക്കും പറ്റത്തില്ല. നീ ഒരു ദൈവ പൈതലായതുകൊണ്ട് നീ നിൻ്റെ ഓഫീസിനകത്ത് നീ വാഴും. ഹല്ലേലൂയ. ഇപ്പം നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഒരു സൂപ്പർ നാച്ചുറൽ പ്രോമിസ് നോഹയ്ക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ നോഹയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രോമിസ് ദൈവം കൊടുക്കുക. നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇപ്പം എന്നോടോ യവിപ്പാസ്റ്റോടാണ് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ചാടിക്കറി അങ്ങ് ഉണ്ടാക്കും. എന്താണെന്നറിയാം, ഞങ്ങൾക്കറിയാം എവിടെ ഇറക്കണമെന്ന്. പക്ഷെ മഴയില്ലാത്ത കാലത്ത്, മഴ കണ്ടിട്ടില്ലാത്ത ഒരുത്തനോട് ദൈവം പറയുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. സൂപ്പർ നാച്ചുറൽ പ്രോമിസാ. അടുത്ത പദം, ഡിസൈൻ ഞാൻ തരും, വർക്ക് നിൻ്റെയാ. ഇന്ന് പകൽ ആത്മാവിൽ ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാം. ഹല്ലേലൂയ. ഡിസൈൻ സ്വർഗം തരും, വർക്ക് നിങ്ങളുടെയാ. പണിയാൻ റെഡിയാണോ? പണിയാൻ റെഡിയാണോ? നിൻ്റെ കുടുംബത്തെ ആയിരിക്കും, നിൻ്റെ ബിസിനസ്സിനെ ആയിരിക്കും. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ദാസനെ, ദൈവസഭയ്ക്ക് വീണ്ടും ചില പുതിയ ഡിസൈനുകൾ, പുതിയ ദൈവ പദ്ധതികൾ, എന്തോ അടുത്ത 30 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റ്. ഡിസൈൻ സ്വർഗം തരും, വർക്ക് നിങ്ങളുടെയാ, വർക്ക് നിങ്ങളുടെയാ. ഡിസൈൻ അപ്പൻ്റെയാ, വർക്ക് നിങ്ങളുടെയാ. റെഡിയാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോണ്ട, ഡിസൈൻ എൻ്റെ യേശുവപ്പ തരും. ഹല്ലേലൂയ. വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? നോഹയോട് പറയാം, ഡിസൈൻ ഞാൻ തരും മോനെ, വർക്ക് നിൻ്റെയാ. നോഹ റെഡിയായി, പെട്ടകം ഉണ്ടാക്കി. ഇനി അടുത്ത ശ്രദ്ധിക്കണേ, ഒരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് അവൻ്റെ അകത്തിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു അസാധാരണ വിശ്വാസം. ഞാനോ സാംപാസ്റ്റോ എബിപ്പാസ്റ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു 10 വർഷം പ്രസംഗിച്ചേനെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 25 വർഷം പ്രസംഗിച്ചേനെ. മഴയൊന്നും വരാൻ പോകുന്നില്ല, 25 വർഷമായി, മതി, നിർത്താം. വീട്ടിൽ വന്ന് പറഞ്ഞേനെ ഭാര്യയോട്, 25 വർഷമായിട്ട് ഒന്നും കാണുന്നില്ലല്ലേ, എന്തോ വേണം, മുമ്പോട്ട് പോകണം. ഈ മനുഷ്യൻ 120 വർഷം ഒറ്റ പ്രസംഗം. ഇത് സാധാ ഫെയ്ത്ത് കൊണ്ട് പറ്റുമോ ദൈവാസനെ? ഇതൊരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് അവൻ്റെ അകത്തിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു അസാധാരണ വിശ്വാസം, ഒരു അസാധാരണ പ്രോമിസിനെ ക്യാരി ചെയ്യാൻ ഒരു അസാധാരണ വിശ്വാസം അവൻ്റെ അകത്ത് സ്വർഗം ഇട്ട് കൊടുത്തു. ഇനി അയലോക്കക്കാരെ കൊണ്ടല്ല കൺഫസ് ചെയ്യിച്ചത്, അവനെ കൊണ്ട് തന്നെ കൺഫസ് ചെയ്യിച്ചു. സൂപ്പർ നാച്ചുറൽ കൺഫഷൻ. എല്ലാ ദിവസവും നോഹ പോയി നിന്ന് പറയുക, പ്രളയം വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറ്. അവനെ കൊണ്ട് തന്നെ 120 വർഷം എൻ്റെ ദൈവം കൺഫഷൻ ചെയ്യിച്ചു. ഹലോ, സൂപ്പർ നാച്ചുറൽ പ്രോമിസ്, സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്, സൂപ്പർ നാച്ചുറൽ കൺഫഷൻ. അവനെ കൊണ്ട് തന്നെ പറയിച്ചു, നടക്കും, നടക്കും, നടക്കും. ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, എന്ത് പ്രശ്നം വന്നാലും അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി നടക്കും, 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 നടക്കുമെന്ന് ഈ ഉപവാസത്തിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം.
എല്ലാ സാഹചര്യവും പ്രതികൂലമായിരിക്കും. പക്ഷെ അതിൻ്റെ നടുവിലും പറയണം, ഇല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇത് ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യും, എൻ്റെ ബിസിനസ് ഇങ്ങനെയാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രോമിസ് അവന് കൊടുത്തിട്ട്, അവനെ കൊണ്ട് വിശ്വസിക്കത്തക്ക നിലവാരത്തിലൊരു ഫെയ്ത്ത് അവൻ്റെ അകത്തിട്ട് 120 വർഷം അവനെ കൊണ്ട് തന്നെ എൻ്റെ തമ്പുരാൻ കൺഫസ് ചെയ്യിച്ചു. 120 വർഷം കഴിഞ്ഞു. പെട്ടകത്തിനകത്ത് കയറാൻ ആരുമില്ലായിരുന്നു, അവനും കുടുംബവും ഉള്ളായിരുന്നു. പെട്ടകം സാന്നിധ്യത്തെ കാണിക്കുന്നു. ദൈവം പറഞ്ഞു, നീ കയറ് സാന്നിധ്യത്തിനകത്ത്, മൃഗങ്ങളെ ഇരണ്ടായി കയറി. ഈ സാന്നിധ്യത്തിനകത്ത് കയറി, അവിടെ ഒരു ദൂത് പറഞ്ഞ് ഞാനങ്ങ് മാറുക. സാന്നിധ്യത്തിനകത്ത് കയറിയ ക്യാരക്ടർ മാറുമെന്നേ. രണ്ടുപേർ കരം കൊടുത്ത് പറ, സാന്നിധ്യത്തിൽ കയറിയ ക്യാരക്ടർ മാറും. സാന്നിധ്യത്തിനകത്ത് കയറിയ ക്യാരക്ടർ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ നാഷണൽ ജിയോഗ്രാഫി ചാനലൊക്കെ കണ്ടിട്ടില്ലയോ? സിംഹവും പുലിയൊക്കെ ഹല്ലേലൂയ മാനിൻ്റെ പുറകെ ഓടുന്നത്. ഇപ്പം പുള്ളി അടുത്ത് ചെന്നിട്ടേ, പെട്ടകത്തിനകത്തുണ്ട് സാധനം, അടുത്ത് ചെന്നൊന്ന് മണപ്പിച്ചിട്ട് പിന്നെ മാറി നിൽക്കുക. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. പിന്നെ വീണ്ടും ഒന്ന് പോയി, കൊള്ളാമെങ്കിലും തൊടാൻ തോന്നുന്നില്ല. സാന്നിധ്യത്തിൽ കയറിയ ക്യാരക്ടർ മാറും. ഹല്ലേലൂയ. സാന്നിധ്യത്തിനകത്ത് കയറിയാൽ നിൻ്റെ കോപം മാറുമെന്നേ. ചിലരെന്തോ ക്ഷിപ്ര കോപമാണെന്നറിയാമോ? നീ പ്രാർത്ഥനയിലൊന്ന് കയറ്, സാന്നിധ്യത്തിലൊന്ന് കയറ്, നിൻ്റെ കോപം മാറും. ഇന്ന് പകൽ ചിലരോട് ദൂതാ കേട്ടോ, ഈ ഉപവാസത്തിൽ ഈ കോപം ഇവിടെ ഇറക്കി വെച്ചിട്ടേ പോകാവൂ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ കോപ സ്വഭാവങ്ങൾ, ഞാൻ കൈവെക്കുന്നില്ല, പ്രാർത്ഥിച്ചോ, ചിലരുടെ കോപ സ്വഭാവങ്ങൾ മാറിപ്പോകുന്നു. സാന്നിധ്യത്തിനകത്ത് നിങ്ങളുടെ ക്യാരക്ടർ മാറും. സാന്നിധ്യത്തിനകത്ത് ഹല്ലേലൂയ ദൈവം നിങ്ങളെ ട്യൂൺ ചെയ്യും. ഹല്ലേലൂയ, നിങ്ങൾ വേറെ ഒരു മനുഷ്യനാക്കി ദൈവം മാറ്റും. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നപ്പോൾ നമ്മളൊരു പുതു മനുഷ്യനായി മാറി. പക്ഷേ ഓരോ ദിവസവും പ്രോസസ്സാണ്. നമുക്ക് ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഓരോ മാറ്റങ്ങൾ ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഈ ഉപവാസത്തിനകത്ത് എന്നോട് ആത്മാവ് പറയുന്നു, ചിലരുടെ കൂടെ ക്യാരക്ടറിനെ ദൈവം ഒന്നുകൂടെ മാറ്റും. എന്തിനാന്ന് വെച്ചാൽ നിന്നെ ആവശ്യമുണ്ട് ദൈവത്തിന്. നിന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ ആവശ്യമുണ്ട്. നിൻ്റെ ആ കോപ സ്വഭാവം ഉണ്ടല്ലോ, നിൻ്റെ ആ നെഗറ്റീവ് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, നിനക്ക് എന്തെടുത്താലും ആ നെഗറ്റീവ്, ഈ നെഗറ്റീവ് സ്വഭാവം പറഞ്ഞുകൊണ്ട് കിടന്നാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നീ നെഗറ്റീവ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. നീ എന്നും കാണുന്നത് ചേരയും പാമ്പിനെയും തേളിനെയൊക്കെ ആയിരിക്കും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നെഗറ്റീവ് പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഗറ്റീവ് സ്വപ്നം കാണുന്നവരുണ്ട്, പ്രാർത്ഥിച്ചോ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകാം. എന്തോ ആരെ എന്നെ 1-2 പേരെ എന്നെ കാണിച്ചു. കർത്താവേ യേശുവിൻ്റെ നാമം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കൈ പൊക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ആ 2 പേർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ നെഗറ്റീവ് സ്വപ്നങ്ങൾ കാണുന്നത് ക്യാൻസൽ ആകട്ടെ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവ് പറയുന്ന സ്വഭാവങ്ങൾ നിൽക്കട്ടെ. കർത്താവേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാം പെട്ടകത്തിൽ കയറി, പെട്ടകം യാത്ര തുടർന്നു. ഇപ്പം നോഹ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രളയം വരുമെന്ന്. അതുകൊണ്ട് നോഹ എന്ത് ചെയ്യുന്നറിയാമോ? 10-20 ദിവസമൊക്കെ ആയപ്പം വലിയ മലകളുടെ കീഴിൽ കൊണ്ടുവന്ന് ഈ പെട്ടകത്തെ ഉറപ്പിക്കാൻ നോക്കി. പക്ഷെ ഉറപ്പിക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് കുത്തൊഴുക്കായിട്ട് വെള്ളം ഒഴുകി വന്നിട്ട് പെട്ടകം വീണ്ടും അവിടുന്ന് മൂവ് ചെയ്യുക. ഹല്ലേലൂയ. നോഹേ, ഇതിവിടെ ഒന്നും ഉറക്കത്തില്ല, നീ ആഗ്രഹിക്കുന്നിടത്തൊന്നും ഉറക്കത്തില്ല. ഇത് ഞാനല്ലേ നിന്നെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം തകർന്നടിഞ്ഞതിൻ്റെ നടുവിൽ നിന്നെ ഉറപ്പിക്കാൻ ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ആ ദൂതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദൂതൂടെ പറയാം. ഇതിനകത്തെ ചില കുടുംബങ്ങളോടാ. ശ്രദ്ധിച്ചാൽ നിങ്ങൾ തന്നെ, ഏത് വെള്ളമാണോ സകല മനുഷ്യനെ നശിപ്പിച്ചത്, ഏത് വെള്ളമാണോ സകല മൃഗങ്ങളെയും നശിപ്പിച്ചത്, ഏത് വെള്ളമാണോ സകല ഹല്ലേലൂയ സകല മൃഗങ്ങളെയും ഹല്ലേലൂയ കൃഷിയും നശിപ്പിച്ചത്, അതേ വെള്ളത്തിൻ്റെ മുകളിലൂടെ നോഹയും കുടുംബവും ഒഴുകി നടക്കുക. മനസ്സിലാകുന്നുണ്ടോ ദൂത്? ഏത് വെള്ളമാണോ ആ ദേശത്ത് സകലതും നശിപ്പിച്ചത്, അതേ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം ഒരുക്കിയതും ഇതേ വെള്ളമാണ്. അങ്ങനാണെങ്കിൽ ഒരു ദൂത് പറയാം, ലോകക്കാർക്ക് വരുന്ന പ്രതികൂലം നിനക്ക് വന്നാൽ നീ തകർന്നു പോകത്തില്ല.
ലോകക്കാർക്ക് വരുന്ന പ്രതിസന്ധി നിനക്ക് വന്നാൽ നീ വീണ് പോകത്തില്ല. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയെ പറഞ്ഞ നീ വീണാലും നിലംപരി ചാകത്തില്ല. നീ എഴുന്നേക്കും, നീ എഴുന്നേക്കും, നീ എഴുന്നേക്കും, നീ എഴുന്നേക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രതികൂലം വന്നാലും അതിൻ്റെ മുകളിലൂടെ നീ പൊങ്ങിക്കിടക്കും. നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. നിനക്ക് വേണ്ടി ഈ ഉപവാസത്തിൽ ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, ഈ പ്രതികൂലം നിന്നെ മുക്കിക്കളയത്തില്ല. നീ തകർന്നടിഞ്ഞിടത്തുനിന്ന് നിന്നെ ഒരു അരാരത്ത് പറ ഒരു അരാരത്ത് എനിക്ക് വേണ്ടി. അരാരത്ത് എനിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നീ പറയും, കർത്താവേ ഇങ്ങനെ എവിടെയെങ്കിലും എന്നെ ഒന്ന് നിർത്തണമെന്ന്. സ്വർഗം പറയില്ല, നീ ഇവിടെ ഒതുങ്ങത്തില്ല, നിന്നെ അരാരത്തിൽ ഉറപ്പിക്കും. ഹല്ലേലൂയ. ഈ പെട്ടകം വീണ്ടും നീങ്ങി നേരെ അരാരത്തിനെ ലക്ഷ്യമാക്കി അരാരത്തിൽ ചെന്നു. പെട്ടകം ഉറച്ചു. ഇനി സ്വർഗം പറയുന്ന ദൂത് കേൾക്കണേ. ഹല്ലേലൂയ. അപ്പനോട് പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി. 8:22 ഒന്ന് വായിച്ച സിസ്റ്ററെ. 22 അല്ലേ 24 ആ 22 വായിച്ചോ. ഭൂമിയുള്ള കാലത്തോളം, ആ വാക്യം ഒന്ന് ഓക്കെ. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. മതി, ശ്രദ്ധിച്ചേ നിങ്ങളൊന്ന്. അതൊന്ന് വായിക്കണേ, നിങ്ങളെല്ലാവരും അതൊന്ന് വായിക്കണേ. ചേർന്നത് വായിക്കാമോ? ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. ഒരുത്തൻ്റെ മേൽ കൃപയിട്ടാൽ കൊടുക്കുന്നത് സീസന്റെ ദൂതല്ല, കാലഘട്ടത്തിൻ്റെ ദൂതാ. നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതാ. ഈ ദൂതിനകത്താണ് എക്സോഡസ് ഇന്നും ജീവിക്കുന്നത്. ലോകം മുഴുവൻ ഇന്നും ജീവിക്കുന്നത് ഈ ദൂതിനകത്താ. തെളിച്ച് തരാം ഞാൻ. കൊറോണ വന്നിട്ട് നിന്നോ ദൂതിതാ. സുനാമി വന്നിട്ട് നിന്നോ, ദൂതിതാ. വന്നിട്ട് നിന്നില്ലയോ? ദൂതിതാ. ഭൂമിയുള്ള കാലത്തോളം ഹാലിലെ വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോയിട്ടില്ല. ഒരു രാത്രിയെങ്കിലും വെളുക്കാതിരുന്നിട്ടുണ്ടോ? ഒരു പകലെങ്കിലും രാത്രിയാകാതിരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. എത്ര മഴ വന്നാലും 1 മാസം 2 ആഴ്ച കഴിയുമ്പോൾ നിന്നിട്ടുണ്ടോ? കാരണം ഇതാ ദൂത്. സുനാമി വന്നിട്ട് നിന്നോ? ഇതാ ദൂത്. ഹല്ലേലൂയ. കൊറോണ വന്നിട്ട് 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ നിൽക്കാൻ കാരണം എന്താ? ദൂതിതാ. ഭൂമിയുള്ള കാലത്തോളം. ഒന്നുകൂടി കയറി പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ 2ാമത്തെ വരവ് വരെ, യേശുവിൻ്റെ 2ാമത്തെ വരവ് വരെ ഇത് നിലനിൽക്കും. ഹല്ലേലൂയ. ഒരുത്തന് ദൈവം കൊടുത്ത പ്രോമിസാ. ഒരുത്തൻ 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പം അവൻ്റെ കൊച്ചുമോന് കൊടുത്തതാ ആലോചനയാ. ലാമക്കിന് കൊടുത്തതിനെ തലമുറയിലൂടെ ദൈവം അത് നിവർത്തിക്കുക. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും ഹല്ലേലൂയ വേനലും രാവും നിന്നു പോകത്തില്ല. സാന്നിധ്യത്തിന് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് സാന്നിധ്യത്തിനകത്ത് കയറിയാൽ ഒരു ദൂതൂടെ ഞാൻ പറയാം. ഈ പെട്ടകം ഉറച്ച ഡേറ്റ്, ഈ മെസ്സേജ് ഇവിടെ പ്രസംഗിക്കുമ്പം ഇന്നത്തെ ഡേറ്റ 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഈ ഉപവാസത്തിൽ ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. 7-ാം മാസം ഇന്ന് 17-ാം തീയതി നിങ്ങളെ ചിലരെ ദൈവം ഉറപ്പിക്കും. ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അക്ഷരീക മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങളിത് കാണും. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.